അടുത്തതായിട്ട് അവിരോധ എന്ന് പറയുന്ന അധ്യായമാണ്. ഒന്നാം അധ്യായം സമന്വയം. അധ്യായം 2 അവിരോധം. ഈ അവിരോധം എന്ന് പറയുമ്പോൾ സമന്വയ എന്ന് പറയുന്ന ഈ അധ്യായത്തിൽ ജഗതുത്പത്തിക്ക് കാരണം സർവജ്ഞനായ സർവേശ്വരൻ തന്നെയാണെന്ന് ഈ ഒന്നാം അധ്യായത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. ആ സർവേശ്വരൻ തന്നെ സർവഭൂതങ്ങളിലും ആത്മാവായിരിക്കുന്നതും എന്നും എല്ലാ വേദാന്തവാക്യങ്ങളിലും സമന്വയിച്ചിരിക്കുന്നുവെന്നും ഈ ഒന്നാം അധ്യായത്തിൽ ഉറപ്പിച്ചിരിക്കുന്നു. പ്രധാനം ജഗത് കാരണം എന്ന മറ്റു ചിലരുടെ വാദം ശ്രുതിസമ്മതമല്ലെന്ന് കാണുന്ന കാരണത്താൽ നിരാകരിക്കപ്പെടുകയും ഈ അധ്യായത്തിൽ ചെയ്തിരിക്കുന്നു. മുമ്പേ ഉറപ്പിച്ച സംഗതിയിൽ ശ്രുതിയും ന്യായവും അനുകൂലമാണെന്നും പ്രധാനം ജഗത് കാരണം എന്ന വാദത്തിൽ ന്യായാഭാസമല്ലാതെ യഥാർത്ഥമായ ന്യായമില്ലെന്നും എല്ലാ വേദാന്തങ്ങളിലും സൃഷ്ട്യാദി പ്രക്രിയ പ്രതിപാദനം ഏതുവിധം പറയപ്പെട്ടിരിക്കുന്നുവോ ആ രീതി തന്നെ നിർദോഷം എന്ന് കാണിപ്പാൻ രണ്ടാം അധ്യായം ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ ഇതാണ് രണ്ടാം അധ്യായത്തിൻ്റെ ഇൻട്രഡക്ഷൻ. അവിരോധം എന്ന് പറഞ്ഞാൽ വിരോധമില്ലായ്മ. അപ്പോൾ വിരോധമില്ലായ്മ എന്തിനോടൊക്കെയാണ് ഈ വിരോധമില്ലായ്മ എന്ന് പറഞ്ഞിരിക്കുന്നത്? അതായത് നമുക്ക് ഈ സൃഷ്ടിയുടെ കാര്യത്തിലും നമുക്ക് ഒരുപാട് പല രീതിയിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ടെങ്കിലും അവയെല്ലാം തന്നെ ഇവിടെ ശ്രുതിക്ക് വിരോധമല്ലാത്ത രീതിയിൽ ഏകമായ ബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ് സൃഷ്ടി ഉണ്ടായതെന്നുള്ളതിന് വിരോധമാവുന്നില്ല എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഇവിടെ നമുക്ക് ഈ ഇപ്പം ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഈ ശ്രുതി പ്രമാണത്തിൻ്റെ കാര്യത്തിൽ ഈ ശ്രവണം മനനം നിധിധ്യാസനം എന്ന് പറഞ്ഞില്ല. അപ്പോൾ ആ ശ്രവണം മനനം നിധിധ്യാസനം എന്ന് പറയുന്നിടത്ത് മനനം വരുന്ന ഭാഗത്താണ് നമ്മുടെ പ്രശ്നങ്ങൾ മുഴുവൻ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ശ്രവണത്തിൻ്റെ ഭാഗം വെച്ചുകൊണ്ട് പ്രശ്നങ്ങൾ തീർത്തു കഴിഞ്ഞാൽ പിന്നീട് മനനത്തിൻ്റെ ഭാഗം വെച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങൾ വരും എന്ന്. അപ്പോൾ മനനത്തിൻ്റെ ഭാഗത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തർക്കത്തെ അവലംബിക്കൽ എന്നുള്ളതാണ്. അപ്പോൾ തർക്കം എന്ന് പറഞ്ഞാൽ ന്യായമാണ്. അപ്പോൾ ന്യായത്തെ അവലംബിക്കൽ, ഈ ന്യായത്തെ അവലംബിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഈ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നത് എന്ന് പറയുന്ന അനുഭവം എന്ന് പറയാം. അപ്പം പ്രത്യക്ഷത്തിൽ കാണുന്ന ഈ അനുഭവം വെച്ചുകൊണ്ട് പിന്നീട് ശ്രുതി, രണ്ടാമത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നുള്ളത് ശ്രുതിയാണ്. അപ്പോൾ ശ്രുതി എന്ന് പറഞ്ഞാൽ വേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വേദത്തിൽ പറഞ്ഞിരിക്കുന്നതും പിന്നീട് അനുഭവം എന്ന് പറയുന്ന ഈ രണ്ടെണ്ണത്തിൻ്റെയും ഇടയ്ക്കായിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ അവിടെയാണ് ഈ തർക്കം, ന്യായം, യുക്തി എന്നൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെ യുക്തിയെ വന്നു ചേർന്നാൽ ഈ യുക്തി കൂടുതലും നമ്മളോട് യോജിച്ച് യുക്തി കൂടുതൽ യോജിച്ച് നിൽക്കുന്നത് അനുഭവത്തിനോടാണ്. അപ്പോൾ അനുഭവത്തിന് വിരോധമല്ലാത്ത യുക്തിയെ നാം സ്വീകരിക്കുകയും അനുഭവത്തിന് വിരോധമായിട്ട് ഏതെങ്കിലും ഒരു യുക്തി വന്നു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാതിരിക്കുകയും ചെയ്യും. അതാണ് സ്വാഭാവികമായ ബുദ്ധിയുടെ ഗതി. അപ്പോൾ ഇവിടെ നമ്മൾ ഈ അനുഭവമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രത്യക്ഷാദി പ്രമാണങ്ങളുടെ പരിധിക്കുള്ളിൽ വരാത്തതായിട്ടുള്ള ബ്രഹ്മത്തെ എങ്ങനെ നമുക്ക് യുക്തിയുമായിട്ട് ബന്ധിപ്പിക്കാൻ സാധിക്കും? അപ്പോൾ യുക്തി എന്ന് പറയുന്നത് ഇപ്പോൾ വേദപ്രമാണം. അപ്പോൾ വേദപ്രമാണവും അതേമാതിരി തന്നെ പ്രതിപാദിതമായ ബ്രഹ്മവും. അപ്പം പ്രമാണത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു ബ്രഹ്മം. അതാണ് ഈ വേദപ്രതിപാദിതമായ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ വേദപ്രമാണത്തിൽ
വേദത്തിൽ പരാമർശിച്ചിരിക്കുന്ന ബ്രഹ്മം എന്നുള്ളത്. അതാണ് വേദവിഷയമായ ബ്രഹ്മം. അപ്പം വേദവിഷയമായ ബ്രഹ്മവും ജഗത്തും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജഗത് അനുഭവവേദ്യമാണ്, അനുഭവ വിഷയമാണ്. അനുഭവ വിഷയമായ ജഗത്തിനോട് യോജിച്ച് നിൽക്കുന്നതായിട്ടുള്ള യുക്തിയെ നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് സ്വീകരിക്കാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം കിടപ്പുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് മുമ്പ് പറഞ്ഞ ഈ സമന്വയ അധ്യായത്തിൽ ആ ഭാഗത്ത് നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിലെ സമന്വയാധികരണം തുടങ്ങിയിട്ടുള്ളത് നമ്മൾ കണ്ട വിധം അവിടെ ഈ ബ്രഹ്മത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചമുണ്ടായത്. ഇങ്ങനെയുള്ള അതായത് സർവഭൂതങ്ങളിലും ആത്മാവായിരിക്കുന്നത് ബ്രഹ്മമാണ്. ഇത് സർവ്വ വേദാന്ത വാക്യങ്ങളിലും ഇത് സമന്വയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ നമ്മൾ കണ്ടത്. അപ്പോൾ അതിന് യോജിക്കുന്ന വിധത്തിലുള്ള യുക്തിയൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനുഭവത്തിന് യോജിക്കുന്ന തരത്തിലുള്ള യുക്തി ആവുന്നില്ല എന്നൊക്കെയാണ് അവിടുത്തെ പ്രശ്നം വരുന്നത്. എല്ലാം പലതാണ് എന്നുള്ളതിനൊരു യുക്തി നമുക്ക് യോജിച്ച് വെക്കാം. അവിടെ നമുക്ക് അനുഭവമുണ്ട്, അതിനനുബന്ധമായിട്ട് യുക്തിയും ചേർന്ന് പോകും. അപ്പോൾ ഇവിടെ നമ്മൾ എപ്പോഴും ഈ യുക്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ തർക്കം എന്നുള്ളതാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ തർക്കം വരുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട തർക്കം എന്ന് പറയുന്നത് ഇപ്രകാരമാണ്: ശ്രുതിമത തർക്കോനുസന്ധീയതാം എന്ന്. ദുഷ്തർക്കാത് സുവിരമ്യതാം ശ്രുതിമത തർക്കോനുസന്ധീയതാം. ദുഷ്തർക്കത്തിൽ നിന്ന് വിരമിക്കണം, ശ്രുതിക്ക് സമ്മതമായ തർക്കത്തിലൂടെ പോകണം എന്നുള്ളത്. അപ്പോൾ ദുഷ്തർക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒച്ച വെക്കുക എന്നുള്ള അർത്ഥമല്ല. പകരം ദുഷ്തർക്കം എന്ന് പറയുന്നത് ഈ തർക്കം എന്ന് പറയുന്നത് ന്യായമാണ്. അപ്പോൾ ആ ന്യായം ഇവിടെ അനുഭവത്തിന് അനുകൂലമായ ന്യായം നിൽക്കുന്നു, പിന്നെ വേദ പ്രമാണത്തിന് അനുകൂലമായ ന്യായം. ഇത് രണ്ടിലേതിലാണ് നമ്മളിപ്പോൾ സ്വീകരിക്കുക എന്ന്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അനുഭവത്തിന് അനുകൂലമായ ന്യായത്തെ സ്വീകരിക്കുന്ന ബുദ്ധിയാണ് ദുഷ്തർക്കം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. അല്ല, ദുഷ്തർക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമക്രോധങ്ങൾ കാണിക്കുന്ന ബുദ്ധി എന്നൊന്നും വിചാരിക്കേണ്ട. അതായത് ദ്വൈതത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്ന തർക്കം എന്ന് പറയുന്നത് ന്യായം. അപ്പം നമ്മൾ തർക്കസംഗ്രഹം എന്നൊക്കെയുള്ള ടെക്സ്റ്റ് ഉണ്ടല്ലോ. അപ്പം ദ്വൈതത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്ന അത് അനുഭവമായി. അപ്പോൾ അനുഭവത്തിന് അനുകൂലമായിട്ടുള്ള നിൽക്കുന്ന ന്യായം ദുഷ്തർക്കം തന്നെയാണ്, സംശയിക്കൊന്നും വേണ്ട. ദുസ്തർക്കാസുവിരമ്യതാം. അപ്പോൾ അവിടെ എന്താ പറയുന്നത്? ഞാൻ വേറെ, ഈശ്വരൻ വേറെ, ജഗത്ത് വേറെ. ഇതാണ് ദുസ്തർക്കം എന്ന് പറയുന്നത്. പിന്നെ ദുസ്തർക്കാസുവിരമ്യതാം ശ്രുതിമതസ്തർക്കോനുസന്ധീയത. ശ്രുതിമതം എന്ന് പറഞ്ഞാൽ ശ്രുതി സമ്മതം. അത് ഈ മതം എന്നുള്ളതിൻ്റെ കൂട്ടത്തിൽ സമ്മം എന്ന് പറയുന്ന ഉപസർഗം കൂടെ ചേർത്തിട്ടാണ് സമ്മതം ഉണ്ടായത്. അപ്പോൾ അത്രയേ ഉള്ളൂ, സം പ്ലസ് മതം, സമ്മതം. ഇനി ഈ മതം എടുത്തിട്ടാണ് ആൾക്കാർ വലിയ ബഹളം ഒച്ചയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതം. അപ്പോൾ സമ്മതം വേറെ, സമ്മതം വേറെ. അപ്പം ശ്രുതി സമ്മതമായിരിക്കുന്ന, അപ്പം ശ്രുതിക്ക് സമ്മതമായിരിക്കുന്ന ഏതാ? ബ്രഹ്മം സത്യമാണ് എന്നുള്ളതാണ് ശ്രുതിക്ക് സമ്മതമായിട്ടുള്ളത്. അപ്പോൾ ശ്രുതിക്ക് സമ്മതമായിട്ടുള്ള തർക്കത്തിനെ ശ്രുതിമതസ്തർക്കോനുസന്ധീയതാം, ശ്രുതിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന തർക്കത്തെ, ന്യായത്തെ എന്ന്, തർക്കത്തെയാണ് നമ്മളിവിടെ സ്വീകരിക്കേണ്ടത് എന്ന്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ നമ്മൾ കുറച്ചുകൂടി ഈ വേദാന്ത വാക്യങ്ങളിലെ, അതായത് ഉപനിഷത്ത് വാക്യങ്ങളെയാണ് വേദാന്ത വാക്യങ്ങൾ എന്ന് പറയുന്നത്. തെറ്റിദ്ധരിക്കരുത്. വേദാന്തോ നാമ ഉപനിഷത്ത് പ്രമാണം. അപ്പോൾ എവിടെ വേദാന്തോ എന്ന് പറയുന്നോ അത് ഉപനിഷത്തിനെയാണ് പറയുന്നത്. അപ്പം ഉപനിഷത്ത് വാക്യങ്ങളെ അഥവാ വേദാന്ത വാക്യങ്ങളെ നമ്മളിവിടെ ഈ മുമ്പുള്ള അധ്യായത്തിൽ ഇത് ബ്രഹ്മമാണ് ജഗതുത്പത്തിക്ക് കാരണമായത് എന്ന രീതിയിൽ അവിടെ സമർത്ഥിക്കുകയും ബ്രഹ്മം തന്നെയാണ് എല്ലാ ഭൂതാന്തരാത്മാവും എന്നുള്ളത് സമർത്ഥിക്കുകയുണ്ടായി. ഇങ്ങനെ പല കാര്യങ്ങളുണ്ടായി. പ്രധാനം ജഗത് കാരണമല്ല, ബ്രഹ്മമാണ് ജഗത് കാരണം, ഇത് സമർത്ഥിച്ചു കിട്ടി. അപ്പോൾ അങ്ങനെ സമർത്ഥിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ഈ അനുഭവത്തിനോട് ചേർന്ന് നിൽക്കുന്ന യുക്തികളൊക്കെ വന്നുകൊണ്ട് നമുക്ക് പ്രശ്നമായിട്ട് വീണ്ടും വരുന്നുണ്ട് എന്ന്. അതുകൊണ്ട് പഠനം, വിചാരം ഇവിടെ വെച്ച് നിർത്താൻ പാടില്ല, ഒന്നാം അധ്യായത്തിൽ നിർത്താൻ പാടില്ല, വീണ്ടും പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് രണ്ടാം അധ്യായം തുടങ്ങേണ്ടി വരുന്നത്.
അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ അധികരണമാണ് സ്മൃതി അധികരണം. സ്മൃത്യധികരണം. സ്മൃത്യനവകാശദോഷപ്രസംഗ ഇതി ചേന്ന അന്യസ്മൃത്യനവകാശദോഷപ്രസംഗാത്. ഒന്നാമത്തെ സൂത്രം പറയുന്നത് സ്മൃതി അനവകാശദോഷപ്രസംഗ എന്ന്. അനവകാശം, അവകാശമില്ലായ്മ, സ്മൃതിക്ക് അവകാശമില്ലായ്മ എന്ന ദോഷം വന്നാൽ, ഇവിടെ സ്മൃതി എന്ന് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ സാധാരണഗതി സ്മൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആപസ്തംഭ സ്മൃതി ഇങ്ങനെയൊക്കെയുള്ള പലതുമുണ്ട്. ഇവിടുത്തെ സ്മൃതി എന്ന് പറയുന്നത് സാഖ്യസ്മൃതി എന്നുള്ളതാണ്. സാഖ്യത്തെയാണ്, സാഖ്യ മതത്തെയാണ് ഇവിടെ സ്മൃതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് സാഖ്യസ്മൃതി എന്നുള്ളത്. അപ്പം നമ്മൾ ഈ സാഖ്യം ദർശനമാണ് സ്മൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരാണങ്ങളെല്ലാം സ്മൃതിയാണ്, മഹാഭാരതം സ്മൃതിയാണ്, ഗീത സ്മൃതിയാണ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയല്ല. ഈ സ്മൃതി എന്നുള്ളതൊരു കോമൺ വേർഡാണ്. ദർശനം എന്നുള്ളത് ഒരു വശത്ത് അവിടെ നിൽക്കെ സ്മൃതി സാഖ്യത്തിന് കൊടുത്തിരിക്കുന്നത് സ്മൃതി എന്നുള്ള സ്റ്റാറ്റസ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് സ്മൃതി അനവകാശദോഷപ്രസംഗ എന്ന് പറയുമ്പോൾ സ്മൃതിയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനം ജഗത്കാരണമാണ് എന്നുള്ളതാണല്ലോ. ഏത് സ്മൃതി പറഞ്ഞിരിക്കുന്ന? സാഖ്യസ്മൃതി. അപ്പോൾ സാഖ്യസ്മൃതിയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനം ജഗത്കാരണമാണ്, ബ്രഹ്മമല്ല എന്ന്. അപ്പോൾ അത് നമ്മൾ വ്യത്യാസം വേർതിരിച്ചറിയണം. ഇപ്പം ഈ വേദാന്തവാക്യങ്ങളിൽ കാണുന്നത് ബ്രഹ്മമാണ് ജഗത്കാരണമെന്ന ഉപനിഷത്ത് വാക്യം അവിടെ ഇരിക്കെ പ്രധാനമാണ് ജഗത്കാരണമെന്ന് പറഞ്ഞിരിക്കുന്ന സാഖ്യ സിദ്ധാന്തത്തിലെ വാക്യം എന്നുള്ളത് അതാണ് ശ്രുതി, അതാണ് സ്മൃതി. സ്മൃതി അനവകാശദോഷപ്രസംഗം. വേദാന്ത ശാസ്ത്രാനുസരണം ബ്രഹ്മം ജഗത്കാരണമെന്ന് നിശ്ചയിക്കുമ്പോൾ സാഖ്യസ്മൃതിയിൽ പ്രധാനം ജഗത്കാരണമെന്ന് പറഞ്ഞിട്ടുള്ളതിന് ദോഷം വന്നു ചേരും എന്ന്. രണ്ടാണ് അർത്ഥം. അതാണ് സ്മൃതി അനവകാശദോഷ പ്രസംഗ. ഇതി ചേ, അങ്ങനെയാണെങ്കിൽ ഇതി ചേ ന അന്യസ്മൃതി അനവകാശദോഷ പ്രസംഗാ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. എന്ന് പറയുമ്പോൾ അല്ല. പിന്നെന്താ? അന്യസ്മൃതി, മറ്റ് സ്മൃതികളും ഉണ്ട്. ഈ സാഖ്യസ്മൃതി എന്ന് പറയുന്ന ഒന്ന് മാത്രമല്ലല്ലോ, മറ്റ് സ്മൃതികൾ നോക്കിക്കേ, മനുസ്മൃതി തുടങ്ങിയിട്ടുള്ളതുണ്ടല്ലോ. അപ്പോൾ അന്യസ്മൃതി അനവകാശദോഷപ്രസംഗാ, മറ്റു സ്മൃതികൾക്ക് വിരോധമായിട്ട് വരും. ഏത്? സാഖ്യസ്മൃതിയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനം ജഗത്കാരണമാണെന്നത് എന്ന്. അപ്പോൾ ഇപ്രകാരം പറഞ്ഞിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ഈ മറ്റ് സ്മൃതികൾ, ഇപ്പം ഈ ശ്രുതികളിൽ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞതിന് ശേഷം സ്മൃതിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ സാഖ്യത്തെ സ്മൃതിയായിട്ടെടുത്തു. അപ്പം സാഖ്യസ്മൃതി അനുസരിച്ചിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ അത് മനുസ്മൃതി തുടങ്ങിയിട്ടുള്ളവർക്ക് വിരോധമായിട്ട് വരും എന്നാണ് ഈ സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വാദിയുടെ എതിർവാദം. ബ്രഹ്മം ജഗത് കാരണം എന്ന വേദാന്തമതം യുക്തമല്ല എന്ന വാദിയുടെ മതം. അതാണ് സ്മൃതി അനവകാശ പ്രസംഗം ദോഷം. സ്മൃതി അവകാശമില്ലായ്മ ദോഷം, അതൊരു ദോഷമാണ് എന്നർത്ഥം. ആ ദോഷം വന്നാൽ എന്നർത്ഥം. അപ്പോൾ നമ്മളവിടെ എന്താ, നമുക്കിപ്പം മുന്നിൽ നിൽക്കുന്നതെന്ന് പറയുന്നത് ഈ സാഖ്യസ്മൃതി ഉണ്ടല്ലോ. അപ്പോൾ ഈ സാഖ്യസ്മൃതി എന്ന് പറയുന്ന, അല്ലെങ്കിൽ സാഖ്യദർശനം, സാഖ്യശാസ്ത്രം നിങ്ങളൊക്കെ പറയുന്നല്ലോ, കപില മഹർഷിയുടെ സാഖ്യദർശനം. അപ്പം കപില മഹർഷിയുടെ സാഖ്യദർശനത്തെക്കുറിച്ച് നമുക്ക് വളരെ വലിയ മതിപ്പുണ്ടല്ലോ. അതിനകത്താണെങ്കിൽ പ്രധാനം, മഹത്, അഹങ്കാരം, ഇങ്ങനെയൊക്കെയുള്ള പലതിനെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ സാധാരണഗതിയിൽ ഇപ്പം ഇതിനെയൊക്കെ എടുത്തിട്ടാണല്ലോ കൂടുതലും ഇത് വേദാന്തമാണ് എന്ന രീതിയിൽ പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ സാഖ്യ സിദ്ധാന്തം വേദാന്തമാണ് എന്ന് സമർത്ഥിക്കുന്ന ആൾക്കാരുമുണ്ട്. എന്ന് മാത്രമല്ല, അത് ഭഗവാൻ ഗീതയിലെ സിദ്ധാനാം കപിലോ മുനി എന്നുള്ള പ്രയോഗമുണ്ട്. അതേമാതിരി ഭാഗവതത്തിലാണെന്നുണ്ടെങ്കിൽ കപിലോപദേശമുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ഉപനിഷത്തിലുമുണ്ട്. അപ്പോൾ ഉപനിഷത്തിലെ ഒരു പ്രയോഗമുണ്ടല്ലോ, ഋഷിം പ്രസൂതം കപിലം യസ്തമഗ്രേ ജ്ഞാനൈർബിഭർത്തി ജായമാനം ച പശ്യേത്. ശ്വേതാശ്വതര ഉപനിഷത്ത് 5:2.
അതിഥി ആദിയിലുണ്ടായ കപിലരെ ആർ കപിലരെന്ന് നിശ്ചയിച്ചുവോ ആ കപിലരെ ആർ ജ്ഞാനങ്ങളാൽ വർദ്ധിപ്പിച്ചുവോ സർവജ്ഞനെന്നാക്കി തീർത്തുവോ ആ ഈശ്വരൻ തന്നെയാണ് ജനിക്കുന്നതെന്നും ജനിക്കുന്നവരിൽ ആത്മാവായിരിക്കുന്നതെന്നും കണ്ടുകൊള്ളണം എന്ന് ശ്വേതാശ്വതര ഉപനിഷത്ത് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതാണ് ഋഷിം പ്രസൂതം കപിലം യസ്തമഗ്രേ യഹ തം അഗ്രേ എന്ന്. അപ്പോൾ മുമ്പ് ജനിച്ചതായ കപില മഹർഷി, അതാണ് പ്രസൂതം കപിലം അഗ്രേ എന്ന് പറഞ്ഞിരിക്കുന്നു. ജ്ഞാനൈർ ബിഭർത്തി, അദ്ദേഹത്തിന് ജ്ഞാനത്താൽ യാതൊരുവൻ ജ്ഞാനത്താൽ വിഭർത്തി എന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിച്ചു എന്നോ അല്ലെങ്കിൽ ധരിപ്പിച്ചു എന്നോ ഒക്കെയുള്ള ധരിച്ചുവോ എന്നുള്ള അർത്ഥത്തിൽ. ഇപ്പം ജ്ഞാനം നിറച്ചവനായിട്ട് എന്നർത്ഥം. ജ്ഞാനം ബിഭർത്തി ജായമാനം ച പശ്യേത്. ഇപ്പം ജായമാനം അഗ്രേ ജായമാനം, ഇപ്പം മുമ്പേ ജനിച്ചവനായിട്ടുള്ള കപില മഹർഷിയെ യാതൊരുവൻ ജ്ഞാനത്തിൽ നിറച്ചുവോ ആ ഈശ്വരൻ എന്നർത്ഥത്തിലാണ് ആ മന്ത്രം പോയിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കാണാം കപില മഹർഷിക്ക് ജ്ഞാനമുണ്ട് എന്ന് അവിടെ ശ്രുതി സമ്മതമാണ്, ശ്രുതിയിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കപില മഹർഷിയുടെ സിദ്ധാന്തം എങ്ങനെ അതാണ് ചോദ്യം, എങ്ങനെ ശ്രുതി വിരോധമായിട്ട് വരും എന്ന്. ശ്രുതി സമ്മതമായ കപില മഹർഷിയുടെ സിദ്ധാന്തത്തെ വാദത്തെ, അതായത് പ്രധാനമാണ് ജഗത് കാരണമെന്ന് പറയുന്ന വാദത്തെ എങ്ങനെ നിങ്ങൾക്ക് ഖണ്ഡിക്കാൻ പറ്റും? അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശ്രുതി എന്താണ് കപില മഹർഷി പറഞ്ഞിരിക്കുന്നത് നിഷേധിച്ചു കഴിഞ്ഞാൽ കപില മഹർഷിയുടെ ജ്ഞാനത്തെ നിഷേധിക്കുന്നു. കപില മഹർഷിയുടെ ജ്ഞാനത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ അത് ഉപനിഷത്ത് വാക്യത്തെ നിഷേധിക്കാവും. കാരണം ഉപനിഷത്ത് വാക്യമാണ് അത് പറഞ്ഞിരിക്കുന്നത് കപില മഹർഷിക്ക് ജ്ഞാനമുണ്ടെന്ന്. എന്ന് മാത്രമല്ല, ഇനി ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടുണ്ടല്ലോ. ഭഗവത്ഗീതയിൽ എവിടെയാണ് സിദ്ധാനാം കപിലോ മുനിഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പലയിടത്തും ഉണ്ടല്ലോ എന്നുള്ള പ്രയോഗം. പിന്നെ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ കപില മഹർഷിയെക്കുറിച്ച്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ കപില മഹർഷി, രണ്ട് കപില മഹർഷി ഉണ്ട് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒന്ന് സാഖ്യ സിദ്ധാന്ത രചയിതാവായ കപില മഹർഷി, ഒന്ന് പിന്നെ സിദ്ധാനാം കപിലോ മുനിഹി എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ഭഗവാന് കപില മഹർഷിയായിട്ട് അവതരിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ കാണുന്നിടത്ത് അവിടെ കപില മഹർഷി വാസുദേവൻ തന്നെയായിട്ടുള്ള കപില മഹർഷി എന്നുള്ള രീതിയിൽ രണ്ട് മഹർഷിമാർ ഉണ്ട് എന്നുള്ളത്. ഇതിൽ ഇവിടുത്തെ ഈ സാഖ്യദർശനത്തിൻ്റെ, ഇപ്പം സാഖ്യദർശനം തന്നെയാണെങ്കിൽ പല വിധത്തിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഉപനിഷത്തിൽ സാഖ്യദർശനം എന്നുള്ള വാക്കുണ്ട്, സാഖ്യം എന്നുള്ള വാക്കുണ്ട്, ഗീതയിൽ സാഖ്യം എന്നുള്ള വാക്കുണ്ട്, ഭാഗവതത്തിൽ സാഖ്യം എന്നുള്ള വാക്കുണ്ട്, ഈ സാഖ്യ ദർശനത്തിലും സാഖ്യം എന്നുള്ള വാക്കുണ്ട്. അപ്പോൾ ഇവിടുത്തെ സാഖ്യ ദർശനം എന്നുള്ള വാക്കും കപില മഹർഷി എന്നുള്ള വാക്കും ഒക്കെയാണ് ഇവിടെ നമുക്ക് ഈ സാഖ്യ ദർശനത്തെ, അതായത് ആ ഷഡ്ദർശനങ്ങളിലൊന്നായ സാഖ്യ ദർശനത്തിനെ വേദാന്തത്തിന് സമമായിട്ട് കാണാൻ പ്രേരിപ്പിച്ച ഘടകം. എന്നാൽ വേദാന്തത്തിന് പൂർവപക്ഷമായിട്ട് മാത്രമേ സാഖ്യദർശനത്തിനെ ബ്രഹ്മസൂത്രത്തിൽ സ്വീകരിച്ചിട്ടുള്ളൂ. ബ്രഹ്മസൂത്രത്തിൽ അപ്രകാരം സ്വീകരിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപനിഷത്തിൽ അപ്രകാരമേ സ്വീകരിച്ചിട്ടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്ന്. ചുരുക്കത്തിൽ വേദാന്തത്തിന് വിരോധമുള്ളതാണ്, വേദാന്ത ദർശനത്തിന് വിരോധമുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന സാഖ്യസിദ്ധാന്തം. എന്നാൽ കപില മഹർഷി, മറ്റ് ഭാഗവതത്തിലുള്ള കപില മഹർഷിയും ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന കപില മഹർഷിയും അവിടുത്തെ കപില മഹർഷി വേറെയുമാണ്. ഇപ്രകാരം നമ്മൾ രണ്ടും രണ്ടായിട്ട് തന്നെ തിരിച്ചറിയണം എന്ന്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഒന്ന് കപില മഹർഷിയെക്കുറിച്ചുള്ള ഇതായി. ഇനിയിപ്പം നമുക്ക് സ്മൃതിയിലേക്ക് തന്നെ വരാം. അപ്പം കപില മഹർഷി ഇവിടെ പറഞ്ഞിരിക്കുന്ന സാഖ്യസ്മൃതി എന്ന് പറഞ്ഞിരിക്കുന്ന കപില മഹർഷിയുടെ സാഖ്യസൂത്രങ്ങൾ നമുക്ക് സാഖ്യദർശനം ഉണ്ടല്ലോ, അതിനെ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ അത് വെച്ച് നോക്കിക്കഴിയുമ്പോൾ അവിടെ എന്തു പറഞ്ഞിരിക്കുന്നുവോ അതിന് അനുകൂലമായ രീതിയിലാണോ അതിന് വിരുദ്ധമായ രീതിയിലാണോ മറ്റ് സ്മൃതികൾ നിൽക്കുന്നത് എന്ന് നോക്കുക. അപ്പോൾ മറ്റ് സ്മൃതികൾ എന്ന് പറയുമ്പോൾ മനുസ്മൃതി തുടങ്ങിയിട്ടുള്ള സ്മൃതികൾ എന്ന് മാത്രമല്ല പലയിടത്തും കാണാം. മറ്റ് സ്മൃതി എന്ന് പറയുന്നിടത്ത് പലയിടത്തും കാണാം. യത്തത് സൂക്ഷ്മമവിജ്ഞേയം, ഏതെന്നാണോ സൂക്ഷ്മവും അവിജ്ഞേയവുമായിട്ടുള്ള തദ്ബ്രഹ്മ, ആ ബ്രഹ്മമാണ് ജഗത് കാരണം എന്ന് പറഞ്ഞിട്ടുള്ള സ്മൃതിവാക്യങ്ങൾ. സഹ്യന്തരാത്മാ ഭൂതാനാം ക്ഷേത്രജ്ഞ ഇതി കഥ്യത്തെ എന്ന്. ഇപ്പം സർവഭൂതജാലങ്ങളുടെയും ക്ഷേത്രജ്ഞനായിട്ട് നിൽക്കുന്നത് ബ്രഹ്മമാണെന്ന് പറയുന്ന പ്രയോഗങ്ങളുണ്ട്. തസ്മാദവ്യക്തമുത്പന്നം ത്രിഗുണം ദ്വിജസത്തമാ, അവനിൽ നിന്ന് അവ്യക്തം ഉത്പന്നം ത്രിഗുണം ദ്വിജസത്തമ, അവനിൽ നിന്നാണ് ഈ അവ്യക്തമുണ്ടായത് എന്ന്. ത്രിഗുണസത്തമം, ത്രിഗുണങ്ങളോട് കൂടിയിട്ടുള്ള അവ്യക്തമുണ്ടായത് അവനിൽ നിന്നാണ് എന്ന പ്രയോഗവും അവിടെയുണ്ട്. അതായത് പ്രധാനം എന്നുള്ള വാക്ക് ഇവിടെയൊന്നും പ്രയോഗിക്കുന്നില്ല, പകരം ബ്രഹ്മത്തിൽ നിന്നുണ്ടായി എന്നുള്ളതാണ് ഈ സ്മൃതികളിൽ, മറ്റ് സ്മൃതികളിലെല്ലാം പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു സ്മൃതിയെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ്: അവ്യക്തം പുരുഷേ ബ്രഹ്മൻ നിർഗുണേ പ്രവിലീയത്തെ എന്ന്. ഹേ ബ്രഹ്മൻ, ആ അവ്യക്തം നിർഗുണനായ പുരുഷനിൽ ലയിക്കുന്നു എന്നുള്ള പ്രയോഗമുണ്ട്. അപ്പം പുരുഷനിൽ നിന്ന് അവ്യക്തം ഉണ്ടാകുകയും അവ്യക്തം പുരുഷനിൽ ലയിക്കുകയും ചെയ്യുന്നു എന്നുള്ളത്. അവ്യക്താദീനി ഭൂതാനി വ്യക്തമദ്യാനി ഭാരത അവ്യക്ത നിധനാന്യേവ തത്ര കാ പരിദേവന എന്നുള്ളത് ഒരു ഭഗവത്ഗീതയിൽ ശ്ലോകമുണ്ടല്ലോ. അവിടെ അവ്യക്തത്തിൽ നിന്നാണ് അവ്യക്താദീനി ഭൂതാനി എന്ന പ്രയോഗം കിടപ്പുണ്ട്. അവ്യക്തത്തിൽ നിന്നാണ് ഭൂതങ്ങൾ ജനിക്കുന്നതെന്നും അവ്യക്തത്തിലേക്ക് തന്നെ തിരിച്ച് ലയിക്കുകയും ചെയ്യുന്നു എന്ന്. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനാന്യേവ എന്ന പ്രയോഗം കിടപ്പുണ്ടല്ലോ. അവ്യക്തത്തിൽ തന്നെയാണ് തിരിച്ചു ലയിക്കുന്നത്. അതുകൊണ്ട് ആ അവ്യക്തമാണ് സൃഷ്ടിക്ക് ഹേതു എന്നുള്ള രീതിയിൽ ഗീതയിൽ പറഞ്ഞിട്ടില്ലേ എന്നും ചോദിച്ചുകൊണ്ട് വരാം. അവിടെ അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല, അവ്യക്തം തന്നെ പുരുഷനിൽ നിന്നാണ് ഉണ്ടായത് എന്ന്. അപ്പം പുരുഷനിൽ നിന്ന് അവ്യക്തം ഉണ്ടായി, പിന്നെ അവ്യക്തത്തിൽ നിന്ന് ഒന്നുണ്ട് ഭൂതജാലങ്ങൾ പ്രകടമാകുകയും, അപ്പം പ്രകടമാകുക എന്ന് പറയുന്നത് സൂക്ഷ്മത്തിൽ നിന്നും സ്ഥൂലത്തിലേക്ക് പ്രകടമാകുന്നു, സ്ഥൂലമായിട്ടുള്ളത് പിന്നെ സൂക്ഷ്മത്തിലേക്ക് മടങ്ങുന്നു. ഇപ്രകാരം കാര്യം കാരണത്തിലേക്കും കാരണം കാര്യത്തിലേക്കുമുള്ള ഈ പോക്ക് മാത്രമാണ് അവിടെ നടക്കുന്നത്. അല്ലാതെ അപ്പോൾ ഈ കാര്യകാരണ രൂപമായിട്ട് നിൽക്കുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ അവ്യക്തം എന്നെടുക്കാം. അപ്പോൾ അവ്യക്തത്തിൻ്റെ കാരണമായിട്ട് നിൽക്കുന്ന അവ്യക്തത്തിൻ്റെ രൂപം കാര്യത്തിലേക്ക് വരുമ്പോൾ പ്രപഞ്ചമായി, പ്രപഞ്ചം വിലയിച്ചാൽ അവ്യക്തമായി. അപ്പോൾ അവ്യക്തവും ഇവിടെ കാര്യപ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മരൂപമായ കാരണപ്രപഞ്ചം എന്ന് പറയുന്നത് അവ്യക്തം പുരുഷനിൽ നിന്നുണ്ടായി എന്നുള്ളത്. സാഖ്യ സിദ്ധാന്തത്തിൽ അപ്രകാരം ഒന്നല്ല. ഈ പുരുഷനെന്ന് പറയുന്നത് ജഗത് കാരണമായ പുരുഷൻ സാഖ്യ സിദ്ധാന്തത്തിലില്ല എന്ന് മാത്രമല്ല, ഒരു പുരുഷനല്ല അനേകം പുരുഷന്മാരാണുള്ളത്. അതായത് ഒരു ബ്രഹ്മം എന്ന് പറയുന്നത് സാഖ്യ സിദ്ധാന്തത്തിൽ ഇല്ല എന്നുള്ളത്. ബ്രഹ്മം ജഗത് സാഖ്യ സിദ്ധാന്തത്തിലില്ല, ഈശ്വരനും സാഖ്യ സിദ്ധാന്തത്തിലില്ല. സാഖ്യ ദർശനം എന്ന് പറയുന്ന അവിടെ ഇല്ല, കപില മഹർഷിയുടെ സാഖ്യ ദർശനം എന്ന് പറയുന്ന ഇല്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ സാഖ്യ സിദ്ധാന്തത്തിൽ അനേകം പുരുഷന്മാരാണുള്ളത്. ഒരു പുരുഷന് സമമാണ് മറ്റൊരു പുരുഷനെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരു പുരുഷനും മറ്റൊരു പുരുഷന് ഉപകാരപ്രദമാണെന്ന് പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇപ്പം നമുക്ക് ഒരു ചേതനയ്ക്ക്, അപ്പോൾ പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേതനാവാനായ പുരുഷൻ എന്ന അർത്ഥത്തിലല്ല പറയുന്നത്, ചേതന എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പം ഒരു ചേതനയ്ക്ക് മറ്റൊരു ചേതന ഒരു തരത്തിലും ഉപകാരപ്പെടുക അല്ല എന്നുള്ള അർത്ഥം. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഈ വ്യക്തിക്ക് ആ വ്യക്തി ഉപകാരപ്പെട്ടു, ഇങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ എനിക്ക് മറ്റൊരാൾ ഉപകാരപ്പെട്ടു. അപ്പോൾ എനിക്ക് മറ്റൊരാൾ ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എങ്ങനെ ഉപകാരപ്പെട്ടു എന്ന്, ആർക്ക് ഉപകാരപ്പെട്ടു എന്ന്,
ചേതനയ്ക്ക് അചേതനമായത് ഉപകാരപ്പെട്ടു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ എന്നർത്ഥം. അപ്പോൾ ഇപ്പം ഇങ്ങനെയൊക്കെ ഉപകാരപ്പെട്ടു. ഒന്ന്, ശരീരം കൊണ്ട് ഉപകാരപ്പെട്ടു. നമ്മൾ വീഴാൻ പോയപ്പോൾ നമ്മളൊന്ന് പിടിച്ചു. അപ്പോൾ അതാണല്ലോ ശരീരം കൊണ്ട് ഉപകാരപ്പെട്ടു. അപ്പോൾ ശരീരം കൊണ്ട് ഉപകാരപ്പെട്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേതനയെ മറ്റൊരു ചേതന സ്പർശിച്ചുവോ, അതോ ചേതനാവാനായ പുരുഷനെ മറ്റൊരു ചേതനാവാനായ പുരുഷൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അചേതനമായ ചേതനയാൽ നിറയപ്പെട്ട അചേതനമായ ദേഹം. അപ്പോൾ അത് ദേഹം എപ്പോഴും അചേതനം തന്നെയാണ്. ചേതനയാൽ നിറയപ്പെട്ടു എന്നതുകൊണ്ട് ദേഹം ചേതനയാകത്തില്ല. ചേതന തന്നെ, അചേതന തന്നെ. അതിന് ഇപ്പം അവിടെ അയഫ് പിണ്ടവത്, തപ്തായഫ് പിണ്ടവത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നി നിറഞ്ഞിരിക്കുന്നതായ ഈ ഇരുമ്പുണ്ട അത് അഗ്നിയിൽ ജ്വലിച്ച് പ്രകാശിച്ച് നിൽക്കുകയാണെങ്കിൽ കൂടിയും ഇരുമ്പുണ്ട അല്ലാണ്ടാവത്തില്ലല്ലോ, അത് വേറെ. അപ്രകാരം ചേതനയിൽ നിറഞ്ഞു നിൽക്കുന്ന, ചേതനയോടുകൂടി നിൽക്കുന്ന ദേഹം അചേതനം തന്നെയാണ്. അപ്പം ചേതനയ്ക്ക് വരാം, ചേതനയ്ക്ക് പോകാം. ചേതന വന്നാൽ ജീവനുള്ളതായി, ചേതന പോയി കഴിഞ്ഞാൽ അചേതനമായി, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് എന്ന് പറഞ്ഞു എഴുതാൻ തത്രക്കോ പരിദേവനാന്ന് ചോദിക്കേണ്ട കാരണം അതാണ്. അത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ എന്നർത്ഥം. വരുന്നു പോകുന്നു. വരുന്നത് എന്തുകൊണ്ട്, ഏത് നിയമത്തെ ആസ്പദമാക്കി ദേഹത്തിലേക്ക് ചേതന പ്രവേശിക്കുന്നു എന്നും ആർക്കും അറിയത്തില്ല. ഏത് നിയമത്തെ ആസ്പദമാക്കി ദേഹത്തിൽ നിന്ന് ചേതന മാറുന്നു എന്നും ആർക്കും അറിയത്തില്ല. അത് പ്രയോഗം മാത്രമാണ്, അറിയത്തില്ല. പിന്നെ നമുക്ക് അതിനകത്ത് ഒരുപാട് കാരണങ്ങൾ കണ്ടെടുത്ത് പറയാം. അതുകൊണ്ടാണ് മരണമെന്ന് പറയുന്നതും ജനനമെന്ന് പറയുന്നതും ഒക്കെ എന്ന് പറയുന്നത് അതൊരു സംഭവമാണ്, അത്രയേ ഉള്ളൂ നമുക്ക് പറയാൻ. അങ്ങനെ ജനിച്ചാൽ ജനിച്ചു എന്ന് പറയാം, മരിച്ചാൽ മരിച്ചു എന്നും പറയാം. അപ്പോൾ രണ്ടു തരം ആൾക്കാരെ ഇവിടെ ഉള്ളൂ എന്ന് പറയാം. ഒന്ന് മരിച്ചവരും, രണ്ട് മരിക്കാൻ പോകുന്നവരും, അത്രയേ ഉള്ളൂ. അപ്പം മരിച്ചുകൊണ്ടിരിക്കുന്നവർ, പിന്നെയോ മരിച്ചവർ, മരിക്കാൻ പോകുന്നവരും മരിച്ചവരും എന്നുള്ളതാണ്. അപ്പം ഇന്ന് ഞാൻ നാളെ നീ, ജി ശങ്കരക്കുറുപ്പിൻ്റെ ഒരു വരിയ അങ്ങ് ഓർത്തു പോയത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിനകത്ത് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ എന്താ ഉള്ളത്, നമ്മുടെ ശരീരത്തിൽ എന്ന് പറയുന്നത് അചേതനമാണെന്ന് സാരം. അപ്പോൾ ഈ അചേതനമായ ശരീരമാണ് ചേതനയെ സഹായിച്ചത് എന്ന്. ഇവിടുത്തെ ചേതന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭോക്താവ്, അപ്പോൾ അത് ജ്ഞാതാവ് എന്നൊക്കെയുള്ള ആ അചേതനമായ ശരീരം ചേതനാവാനായ ഒരുവൻ്റെ അധീനതയിലുള്ള സമയത്ത് അചേതനമായ ശരീരം ചേതനയോട് കൂടിയിട്ട് നിൽക്കുകയും അത് ചേതനാവാനായ മറ്റൊരുവൻ്റെ അചേതനമായ ശരീരം ചേതനയുള്ളതാകയാൽ, ചേതനയോടുകൂടി ചേർന്ന് നിൽക്കുകയാൽ, ചേതന എന്നതുപോലെ നിൽക്കുന്നതാകയാൽ അവിടെ ഈ ശരീരം വീഴുന്നത് കണ്ട് ആ ശരീരം ഒരു താങ്ങ് കൊടുത്തു എന്നുള്ളതല്ലാണ്ട് മറ്റൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അചേതനൻ ചേതനയ്ക്ക് സഹായകരമായിട്ട് നിന്നു എന്ന് സാരം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയങ്ങൾ ഈ ചേതനയെ സഹായിക്കുമ്പോൾ ചേതന ഭോക്താവായി, വിഷയങ്ങൾ ചേതനയെ സഹായിക്കുമ്പോൾ ചേതന ജ്ഞാതാവായി. എങ്ങനെ സഹായിച്ചു എന്നുള്ളതാണ്. രൂപമായിട്ട് ദർശന വിഷയമായി. അപ്പോൾ ദർശിച്ചപ്പോൾ ഈ ചേതന ജ്ഞാതാവായി. ഇനി ജ്ഞാതാവായി മാത്രമായിട്ട് നിൽക്കുകയല്ല, ചേതനയെ പിന്നെയും അചേതനമായത് സഹായിച്ചു. എങ്ങനെയാണ് ചേതനയല്ലാണ്ട് ബാക്കിയുള്ളതെല്ലാം അചേതനമാണ്. അപ്പം അചേതനമായത് സഹായിച്ചു. എങ്ങനെ? ഹർഷോത്പത്യ എന്നുള്ളത്, അല്ലെങ്കിൽ ദുഃഖോത്പത്യ എന്ന് രണ്ടു തരത്തിലും ആവാം. ഒരു മുള്ളുകൊണ്ടു ചേതനയെ സഹായിച്ചു, ഉപദ്രവിച്ചു, അത്രയേ ഉള്ളൂ. ഒരു വേദന, അവിടെ ഒരു വേദനയുണ്ടായി. വേദന എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ജ്ഞാനമാണ് അർത്ഥം. വേദനം എന്നുള്ള വേദനയുണ്ടായി, അറിഞ്ഞു. അതിനെയാണ് നമ്മൾ വേദന, മലയാളത്തിലത് വേദനയായി, ദുഃഖമായി, നോവ്. അവിടെയും നമ്മൾ അചേതനം ചേതന എന്നുള്ളതാണ് അവിടുത്തെ പ്രയോഗം. അചേതനമായി. പിന്നെ ചേതന എന്ന് പറഞ്ഞാൽ ഏതാ? ജ്ഞാതാവിൻ്റെ സത്യമായിട്ടുള്ള ചേതന മറ്റൊരു ജ്ഞാതാവിൻ്റെ സത്യമായിട്ടുള്ള ചേതനയെ എങ്ങനെ സഹായിക്കാൻ? അവിടെ സഹായിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല എന്നുള്ളത്.
എന്ന് പറഞ്ഞാൽ സംബന്ധം സാധ്യമല്ല, പിന്നല്ലേ സഹായം സാധ്യമാകുന്നത്. എങ്ങനെയാണ് സംബന്ധം സാധ്യമാകുന്നത്? ചേതനയ്ക്ക് അചേതനമായിട്ടുള്ള സംബന്ധമാണ് നമ്മളിവിടെ കാണുന്ന ഈ ഇതിനകത്ത് താദാത്മ്യം എന്ന് പറയുന്നത്. ചേതനയ്ക്ക് അചേതനമായിട്ടുള്ള സംബന്ധം സാധ്യമാണ്. അതാണ് ഇവിടെ ഈ നമ്മുടെ ദേഹധാരണം, ജീവ രൂപത്തിലുള്ള ആവിർഭാവം ഇതിനൊക്കെ കാരണമായിട്ട് നിൽക്കുന്നത്. ചേതനയ്ക്ക് മറ്റൊരു ചേതനയുമായിട്ടുള്ള സംബന്ധം സാധ്യമല്ല എന്നുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ആത്മാവും തമ്മിൽ ചേർന്നു എന്നൊരു പ്രയോഗം ഇവിടെ സാധ്യമല്ല എന്ന് സാരം. അപ്പം പിന്നെ എങ്ങനെയാണ് രണ്ടാത്മാക്കൾ ഒന്നിച്ചു പോകുക എന്ന് പറയുന്നത്? രണ്ടാത്മാക്കൾ ഒന്നിച്ച് പോകുന്നതെന്ന് പറയുന്നത് തന്നെ ചിലപ്പോൾ വല്ല സൂക്ഷ്മ ശരീരങ്ങൾ, രണ്ട് സൂക്ഷ്മ ശരീരങ്ങൾ ഒന്നിച്ചു പോകുന്നതിനെ ആയിരിക്കും പറയുന്നത്. നമുക്ക് പറയാൻ പറ്റത്തില്ല. പുരാണത്തിൽ പല വിധത്തിൽ പറയുന്നുണ്ടല്ലോ. അതായത് നമ്മൾ ഈ സൂക്ഷ്മ ശരീരത്തിനെ വെച്ചുകൊണ്ടും കാരണശരീരത്തെ വെച്ചുകൊണ്ടും സ്ഥൂല ശരീരം വിട്ടിട്ട് സൂക്ഷ്മ ശരീരവും കാരണശരീരവും രണ്ടായാലും കുഴപ്പമില്ല. അപ്പോൾ അത് രണ്ടും കൂടെ ചേർന്നുള്ള ആ ശരീരങ്ങൾ ഒരു വ്യക്തി, അങ്ങനെ വരുമ്പോൾ ഒരു വ്യക്തി എന്ന് പറയും. ആ വ്യക്തി പോകുന്നു എന്ന് പറഞ്ഞാൽ മരിച്ചു. അപ്പോൾ പിന്നെ മരണമായി. മരണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറയുമ്പോൾ മരണമെന്നായി. മറ്റ് സന്ദർഭങ്ങളിൽ ഇപ്പം പുരാണങ്ങളിലൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്വർഗത്തിലേക്ക് പോയി. അന്നേരം വേറൊരു ആത്മാവും കൂടി എന്ന് പറയും. അപ്പം രണ്ടാത്മാക്കൾ ഒന്നിച്ച് വർത്താനം പറഞ്ഞ് പോകാം, നരകത്തിലേക്കും അങ്ങനെ പ്രകാരം വർത്താനം പറഞ്ഞ് പോകാം. അപ്പോൾ ഇവിടത്തേക്കൊക്കെ പോക്കുണ്ടല്ലോ എന്ന്. അവിടെ പോക്കെന്താ? സൂക്ഷ്മ ശരീരങ്ങളാണ് ഒന്നിച്ചു പോകുന്നത് എന്ന്. സ്ഥൂല ശരീരങ്ങളിൽ അഭിമാനിച്ചു പോകുന്നവർ ഒന്നിച്ചു പോകുന്നത് പോലെ തന്നെ സൂക്ഷ്മ ശരീരത്തിൽ അഭിമാനിച്ചു പോകുന്നവർ ഒന്നിച്ചു പോകാൻ പറ്റുമോ എന്നുള്ളത് വ്യക്തമായ കാര്യമല്ല. ഒരു തമാശ പോലെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഈ പുരാണങ്ങളിലെ കഥകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ദേവന്മാരെല്ലാം ഒന്നിച്ചാണല്ലോ കഴിയുന്നത്. നരകത്തിലാണെന്നുണ്ടെങ്കിലും അവിടെ നരകവാസികളും പിന്നെ നരകാധിപനും പിന്നെ നരകാധിപൻ്റെ പരിചാരകന്മാരും എല്ലാവരും കൂടെ ചേർന്നൊരു സമൂഹം തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അത് കാരണം അവിടെയും സാധ്യമാണ് ഈ സൂക്ഷ്മ ശരീരങ്ങളുടെ സമാഗമം. പിന്നെ ഇത് എന്താണ് സംഗമം എന്ന് പറയുന്നതൊക്കെ സാധ്യമാണ് എന്ന് നമുക്ക് അതിനകത്തുനിന്ന് അനുമാനിക്കാം. അതിനകത്തൊരു ചെറിയൊരു അനുമാനം വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്മൃതിയിൽ ഇപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ സ്മൃതിയിൽ ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്, ഈ ജഗത് കാരണം പ്രധാനമാണെന്നുള്ള സാഖ്യസ്മൃതിക്ക് അനുകൂലമായിട്ടല്ല മനുസ്മൃതി എന്നോ, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഈ ഇതെടുക്കാമല്ലോ, മഹാഭാരതം ഒരു സ്മൃതിയാണ്. അപ്പം വിഷ്ണു പുരാണം തുടങ്ങിയിട്ടുള്ളത് പുരാണങ്ങളും ഒരു സ്മൃതി തന്നെയാണ്. അപ്പം സ്മൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലിമിറ്റേഷനൊന്നുമില്ല. അപ്പോൾ ആ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണഗതിയിലാണെന്നുണ്ടെങ്കിൽ ഓരോന്നിനും ഓരോ പേര് കൊടുത്തങ്ങ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ ചില സന്ദർഭത്തിൽ ശാസ്ത്രത്തിൽ സ്മൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാത്തിനെയും കൂടെയാണ് എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു പ്രയോഗമാണ്. മഹാഭാരതം നമ്മൾ ഇതിഹാസം എന്ന് പറഞ്ഞു, സ്മൃതി എന്നുള്ളത് വിട്ടുപോകും. പിന്നെ ഭാഗവതം നമ്മൾ പുരാണം എന്ന് പറഞ്ഞു, അതും സ്മൃതിയായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കപില മഹർഷിയുടെ സാങ്ക്യ ദർശനം നമ്മളതിനെ ദർശനമായിട്ട് എടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെയാണെങ്കിൽ അതിനെയും സ്മൃതിയായിട്ടൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ അപ്പോൾ അതുകൊണ്ടാണ് ഇത് തുടക്കക്കാർക്കിത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പരീക്ഷ പേപ്പറിനകത്ത് ഇതിനകത്ത് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തരത്തിലുള്ള പഠനം നടത്തിയിട്ടുള്ളവർക്ക് ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അവരെ സംബന്ധിച്ചിടത്തോളം അതാണ് ഇതാണ്, കൺഫ്യൂഷൻ ഉണ്ടാക്കരുതെന്ന്. അപ്പം ചുരുക്കത്തിൽ അതുകൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഈ ഭാഗം എന്ന് പറയുന്നത്. ബ്രഹ്മസൂത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനപ്പുറത്ത് മറ്റൊന്നില്ല പഠിക്കാനെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടത്തേക്ക് വരുമ്പോൾ നമ്മൾ എന്തും ഏത് പെട്ടിയും തുറക്കാൻ തയ്യാറായിരിക്കണം എന്നുള്ളത്, ഏത് മുറിയും തുറക്കാൻ തയ്യാറായിരിക്കണം എന്നുള്ളത്, ആരെയും അഭിമുഖീകരിക്കാൻ തയ്യാറായിരിക്കണം. ഒന്നിനെയും നിർഭയൻ ഒന്നിനെയും ഭയമില്ലാത്തവനായിട്ട് ആരോടും കയറി മുട്ടാൻ തയ്യാറെടുത്തിട്ട് നിൽക്കുന്ന ധീരനായിരിക്കണം. ഒറ്റയ്ക്ക് നടക്കാൻ തക്ക ശേഷിയുള്ളവനായിരിക്കണം. ഏകാക്കി എന്നുള്ളത്, ഒറ്റയ്ക്ക് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദാന്ത വനത്തിലൂടെ ഒറ്റയ്ക്ക് നടക്കാൻ ശേഷിയുള്ളവൻ. ഒരു സഹായവും ഒരിടത്തുനിന്നും കിട്ടത്തില്ല. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത്. അപ്പോൾ എന്താണ് ഇവിടുത്തെ സഹായം വേണ്ടുന്നത്? അതായത് മറ്റുള്ളത് എല്ലാം നമ്മളിവിടെ നിഷേധമാണുള്ളത്. നിഷേധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ നിഷേധമൊന്നുമല്ല, പ്രപഞ്ചത്തെ നിഷേധിച്ചുള്ള പോകലാണ്. അപ്പം പ്രപഞ്ചത്തെ തന്നെ നിഷേധിച്ച് പോകും. പ്രപഞ്ചത്തിലുള്ള ആരെങ്കിലും ഒരാളെൻ്റെ കൂടെ വരണമെന്ന് വാശി പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ലല്ലോ.
പ്രപഞ്ചം ഉപേക്ഷിച്ച് പോകുന്നവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ പ്രപഞ്ചമല്ലാത്ത എന്തെങ്കിലും സഹായിക്കാനുണ്ടെങ്കിൽ മാത്രമേ അവിടെ ഉള്ളൂ എന്ന്. അപ്പം പ്രപഞ്ചമല്ലാത്തതായിട്ട് ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ, ബ്രഹ്മമാണ്. ആ ബ്രഹ്മം എന്നെ സഹായിച്ചുകൂടെ എന്നാണ്. അങ്ങനെ പ്രപഞ്ചം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാനെന്നും ഈശ്വരനതെന്നും എന്നുള്ള ആ രണ്ടവിടെ ഇല്ലതാനും. പ്രപഞ്ചത്താൽ ഞാനും ഈശ്വരനും എന്നുള്ള ഭേദമുണ്ടായി. പ്രപഞ്ചം മാറിക്കഴിഞ്ഞാൽ ഞാനെന്നും ഈശ്വരനും എന്നുള്ള ഭേദം ഇല്ല എന്ന്. അപ്പം പിന്നെ ആ രണ്ട് കൂട്ടിനെന്ന് ഈശ്വരൻ ആ രണ്ട് കൂട്ടന്, ഈശ്വരന് ഞാനൊരു കൂട്ടായിട്ടിരുന്ന് കൂടിക്കൂടെ എന്ന്. എനിക്ക് ഈശ്വരനൊരു കൂട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് പരസ്പരാശ്രയത്വം എന്നുള്ള ഈ ശിവപാർവതിമാരെ കുറിച്ച് പറയുന്ന പോലെ പരസ്പരാലിംഗന വപുർധരാഭ്യ എന്നൊരു പ്രയോഗമുണ്ടല്ലോ. അപ്പോൾ ശിവപാർവതിമാർ എന്ന്, ശിവൻ പാർവതീ ദേവിയെ ആലിംഗനം ചെയ്യുമ്പോൾ പാർവതീ ദേവിയും തിരിച്ച് ശിവനെ ആലിംഗനം ചെയ്യുന്നത് പോലെ എനിക്ക് കൂട്ടായിട്ട് ഈശ്വരനുണ്ടെങ്കിൽ ഈശ്വരന് കൂട്ടായിട്ട് ഞാനിരുന്നൂടെ എന്നുള്ള, ഈശ്വരനെ ഏകാഗിയായിട്ടിരിക്കുമ്പോൾ ഈശ്വരന് കൂട്ടായിട്ട് ഞാനിരുന്നൂടെ എന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പം പിന്നെ എന്നെപ്പോലെ തന്നെ അനേകം ഭക്തന്മാരുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അവരെല്ലാവരും കിട്ടിയല്ലോ. അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ ഒരു ഈശ്വരൻ കൂട്ടായിട്ടും ഇഷ്ടംപോലെ ജീവാത്മാക്കളുണ്ടായി, ഭക്തന്മാരായ ജീവാത്മാക്കളുണ്ടായി. അങ്ങനെ വരുമ്പോൾ ഭക്തന്മാരായ ജീവാത്മാക്കളുടെ മധ്യത്തിൽ നിൽക്കുന്ന ഈശ്വരൻ വന്നു. അങ്ങനെ വരുമ്പോൾ ഈശ്വരന് ഒപ്പം നിൽക്കുന്ന ഭക്തന്മാരായ ജീവാത്മാക്കളിൽ തൊട്ടടുത്ത് നിൽക്കുന്നവർ എൻ്റെ കൂട്ടായിട്ട് വന്നൂടെ. അങ്ങനെ വരുമ്പോൾ എന്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകം അവിടെയും തുടരുന്നു എന്ന് സാരം. അപ്പോഴാണല്ലോ ഭേദങ്ങൾ എവിടെയുണ്ടോ അവിടെയാണ് ലോകം എന്ന് പറയുന്നത്. ഭേദങ്ങൾ എവിടെയുണ്ടോ അവിടെ അഭേദമില്ല, ഭേദത്വമില്ല. അപ്പം പിന്നെ അതിനെയാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. അപ്പം ഞാൻ എൻ്റെ പ്രപഞ്ചം അവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. എവിടെ? ഈ ലോകം വിട്ട് പരലോകമാക്കി അതിനെ മാറ്റി എന്ന്. ഇവിടെ പോകേണ്ടത് ബ്രഹ്മത്തിലേക്കാണ്, പകരം ബ്രഹ്മത്തിലേക്ക് പോകുന്നതിന് പകരം ഒരു പരലോകത്തിലേക്ക് പോകുന്നവനായിട്ട് ഞാൻ എന്നെ തന്നെ മാറ്റി എന്നുള്ളതാണ്. ആ പരലോകം എന്ന് പറയുന്നത് എവിടെ ഈ ഭേദങ്ങളുണ്ടോ അതെല്ലാം ആ പരലോകം. പരലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഹലോകം പ്ലസ് ഇഹലോകം കഴിഞ്ഞാൽ പിന്നെ പരലോകം, അത്രയേ ഉള്ളൂ. പരലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചവരുടെ കൂട്ടായ്മ ഉള്ള സ്ഥലമെന്നുള്ള അർത്ഥത്തിലല്ല. മരിച്ചവരെന്ന് പറഞ്ഞാൽ ആര് മരിച്ചു എന്ന്, അവർ മരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ ഇരിക്കുന്നവർ അവർ മരിച്ചവർ, പോയവരെന്നേ അർത്ഥമുള്ളൂ മരിക്കുക എന്ന്. പ്രേതം, പ്രേത്യ, ഇൻ ടു ഗോ എന്നുള്ള അർത്ഥം. ഇണ്ണ് എന്നുള്ള അർത്ഥത്തിൻ്റെ കൂട്ടത്തിൽ എന്ന് പറയുന്ന ഉപസർഗം ചേർത്തപ്പോഴാണ് പ്രേതം എന്നുള്ള വാക്ക് തന്നെ ഉണ്ടായത്. ഏതം പോയത്. അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപമാണ് ഏതം എന്നുള്ള രൂപത്തിൽ കിട്ടിയത്. പ്രേതം എന്നുള്ള രീതിയിൽ എന്നൊക്കെയുള്ള വാക്കുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. പ്ലസ് ഇക്ത എന്നുള്ളത്, പ്ലസ് ഇത എന്ന് കിട്ടി. ആ ഇതയുടെ കൂട്ടത്തിൽ പ്ലസ് കിട്ടിക്കഴിയുമ്പോൾ പ്രേത എന്നുള്ള വാക്ക് കിട്ടും. പ്രേതേ വിചികിത്സ മനുഷ്യേ എന്നുള്ള രീതിയിൽ ആ മന്ത്രം നമുക്ക് പ്രേതം എന്നുള്ള വാക്ക് അവിടെയും കാണും. ഒക്കെ ഇത്രയും പോയവരെന്നർത്ഥം. ഇപ്പോൾ ഇവിടെ ഉള്ളവരും പോയവർ ചിലരാണെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു. അവരും ഈ പറഞ്ഞ മാതിരി തന്നെയാണ്, പോയവരാണ്. ചിലർ വിദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗ്ഗ നരകം തുടങ്ങിയിട്ടുള്ള സങ്കല്പത്തിലെ നമ്മുടെ അങ്ങോട്ടുള്ള യാത്രയാണ്. ഏതായാലും പോകുന്നുണ്ട്, എന്നാൽ പിന്നെ നല്ലൊരു സ്ഥലത്തേക്ക് പോയതായിട്ട് നമുക്കങ്ങ് സമാധാനിക്കാം. അങ്ങനെയാണ് സ്വർഗം തുടങ്ങിയിട്ടുള്ളവരിലേക്ക് പോയിട്ടുള്ളതായിട്ട് നമ്മൾ ആശംസകൾ. എപ്പോഴും നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ സ്വർഗ്ഗലോകം അടയട്ടെ അടയുന്നു എന്നുള്ള രീതിയിൽ നാരായണ പാദം പൂകി നാരായണ ലോകം വൈഷ്ണവപദം പ്രാപിച്ചു വിഷ്ണുലോകത്തിൽ എത്തി എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ ഒരു പ്രാർത്ഥനയും നമ്മുടെ ഒരു വിശ്വാസവും നമ്മുടെ ഒരു ആദരവും ഒക്കെ അതിനകത്ത് കാണാം. പിന്നെ നമ്മുടെ ഒരു സങ്കല്പവും കൂടെ, നമ്മുടെ സങ്കല്പത്താൽ അവർക്ക് വഴി തെളിഞ്ഞു കിട്ടട്ടെ എന്നുള്ളത്. നമ്മുടെ സങ്കല്പത്തിലാണ് ഈ ലോകം നിൽക്കുന്നതെങ്കിൽ, നമ്മുടെ സങ്കല്പത്തിലാണ് ഈ ലോകത്തിലുള്ള സകല കാര്യങ്ങളും നമ്മളോട് ബന്ധിക്കപ്പെട്ട് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, ആ സങ്കല്പത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്തെങ്കിലും ചലനം എവിടെയെങ്കിലും സൃഷ്ടിക്കാൻ സാധ്യമാകുന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു നല്ല സങ്കല്പം കൊണ്ടിട്ട് നമ്മളുമായിട്ട് ഏതെങ്കിലും തരത്തിൽ അവരിപ്പോഴും സംബന്ധിച്ച് നിൽക്കുന്നവരായിട്ടൊരു സൂക്ഷ്മ ശരീരാഭിമാനികളായിട്ടുണ്ടെങ്കിൽ അവർ ആ വൈഷ്ണവപദത്തെ പ്രാപിക്കട്ടെ എൻ്റെ സങ്കല്പത്താൽ എന്നുള്ള ഒരു ബുദ്ധിയും കൂടെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ എന്താ സ്മൃതി പല വിധത്തിൽ. അപ്പോൾ സ്മൃതി പറഞ്ഞിരിക്കുന്നതെല്ലാം
സ്മൃതികളിൽ പല വിധത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ബ്രഹ്മത്തിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായത് എന്നുള്ളതിനെ ആവർത്തിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതശ്ച സംക്ഷേപം ഇമം ശൃണുധ്വം നാരായണ സർവമിദം പുരാണഃ സസർഗകാലേ ച കരോതി സർവം സംഹാരകാലേ ച തദത്തി ഭൂയഃ. സംഹാരകാലത്തിൽ തദത്തി, അത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തി ച ഭൂതാനി, ഭൂതങ്ങളെ ഭക്ഷിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അത്തി അദ് ഭക്ഷണേ എന്നുള്ള അർത്ഥം. അപ്പോൾ അത്തി കഴിക്കുന്നു എന്നുള്ളത്, സഹ അത്തി എന്നുള്ളത്. അഹം അഗ്നി, സഹ അത്തി. അപ്പോൾ അദ് പ്ലസ് തി, സെക്കൻഡ് രണ്ടാം ഗണം. അപ്പോൾ അതുകൊണ്ട് ഇപ്രകാരം ഉള്ള മന്ത്രങ്ങളെല്ലാം ഇവിടെ കാണും. സംഹാരകാലത്തിൽ ഇവൻ തന്നെയാണ് സർവ്വതയും ഭക്ഷിക്കുന്നത് എന്ന്. ഇത് നമുക്ക് ഈ ഭഗവാന്റെ വിശ്വരൂപ ദർശനത്തിലും കാണാമല്ലോ. ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ആ സന്ദർഭത്തിൽ മരിച്ചവർ മുഴുവൻ ഭഗവാന്റെ വായിലേക്ക് പ്രവേശിക്കുന്നതായിട്ടാണ് കരുതുന്നത്. അതാണ് അത്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തദത്തി എന്നുള്ള പ്രയോഗത്തിൽ അവനാണ് ഭക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ, വിശ്വരൂപ ദർശനത്തിലാണെങ്കിൽ എന്താണ്, ഭീഷ്മദ്രോണാദികളുടെ എല്ലുകൾ ഇവൻ്റെ വായിൽ കുടുങ്ങിക്കിടക്കുന്നു, എല്ലാം പല്ലിൻ്റെ ഇടയ്ക്ക്. ലേലിഹ്യസേ, ലേലിഹ്യസയാണോ ലേലിഹ്യതയാണോ, ലേലിഹ്യത്തെ ഗ്രസമാനസമന്ത എന്നുള്ള ഒരു പ്രയോഗമുണ്ട്. ലിഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നക്കുക എന്നർത്ഥം. ആസ്വദിച്ച്, അതാണല്ലോ ഇങ്ങനെ നക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇവിടെയാണ് ഭീഷ്മദ്രോണാദികളുടെ തലയോട്ടികൾ കുടുങ്ങി പല്ലി കിടക്കുന്നത്. അതൊക്കെ കൂടെ അങ്ങനത്തെ, അതായത് അതിനകത്തെന്ന് പറയുന്നത് ജുഗുപ്സാവഹം ആണ് സൃഷ്ടിയുടെ വിനാശം എന്നതില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് തന്നിലേക്ക് തന്നെ സ്വീകരിക്കുന്നു, ജുഗുപ്സയോട് വെറുക്കപ്പെട്ടതായിട്ടല്ല. പകരം ഇത് എപ്രകാരമാണോ തന്നിൽ നിന്ന് സൃഷ്ടി, ഹർഷാത് എന്നുള്ളതാണ്. അവൻ്റെ ഹർഷത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായതെങ്കിൽ അവനിലേക്ക് പ്രപഞ്ചം തിരിച്ച് ലയിക്കുമ്പോൾ ആ ഹർഷം അപ്പോഴും നിലനിൽക്കുന്നു, അല്ലാതെ അതൊരു ജുഗുപ്സാവഹമല്ല. അതുകൊണ്ടാണ് അത് ആനന്ദകരമായിട്ടുള്ളതായിട്ട് മാറുന്നത്. ഇത് നമ്മൾ ഈ വ്യവഹാര ദൃഷ്ടിയിൽ ഒരിക്കലും എടുക്കരുത് കേട്ടോ. വ്യവഹാര ദൃഷ്ടിയിലൊക്കെ എടുത്തു കഴിഞ്ഞ് നമ്മൾ അത് അപരാധമായിരിക്കും ശാസ്ത്രത്തോട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വ്യവഹാര ദൃഷ്ടിയിലല്ല പറഞ്ഞത്. ഹർഷത്തിൽ നിന്നുണ്ടാകുന്നു അവൻ, പിന്നെ ഹർഷത്താൽ തന്നെ ആനന്ദാദ്യേവഖൽ വിമാനി ഭൂതാനി ജായന്തി, ഹർഷത്തിൽ നിന്ന് ഈ ഭൂതങ്ങൾ ഉണ്ടാകുന്നു. ഹർഷത്താൽ ജീവിതം മുഴുവൻ നമുക്ക് ഹർഷം ആനന്ദകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഹർഷം ഉണ്ടായതുകൊണ്ട് മാത്രമാണ്, ആനന്ദമുള്ളത് കൊണ്ട് മാത്രമാണ്, നിലനിൽപ്പാണ് ആനന്ദം എന്ന് പറയുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. അതിനകത്ത് എന്തെങ്കിലും ഒരിടത്ത് ഈ മുട്ടി ഉരുമി കഴിയുമ്പം ഉണ്ടാകുന്ന ഒരു വൃത്തിവിശേഷത്തിന് അല്ല ഈ ആനന്ദം എന്ന് പറയുന്നത്. നിലനിൽപ്പ് എന്തോ അതാണ് ആനന്ദം എന്ന് പറയുന്നത്. അപ്പോൾ ആ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ ആനന്ദം, അത് നമ്മൾ ജസ്റ്റ് നമ്മൾ നിലനിൽക്കാനല്ലേ നമ്മളിത് ഇഷ്ടപ്പെടുന്നത്, അല്ലാതെ നമ്മൾ ഇല്ലാതാവാൻ ഇഷ്ടപ്പെടുന്നില്ലല്ലോ. അപ്പം ഇല്ലാതാവാൻ ഇഷ്ടപ്പെടുന്നില്ല, നിലനിൽക്കാൻ ഇഷ്ടപ്പെടുന്നെന്നുണ്ടെങ്കിൽ ആ നിലനിൽപ്പ് ആനന്ദകരമായതുകൊണ്ടാണല്ലോ എന്നുള്ളത്. പിന്നെ നമുക്ക് അതിനുള്ളിൽ നമുക്ക് പിന്നെ അജ്ഞാനം കൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് നമുക്ക് പറയാനുള്ളൂ, നമ്മുടെ അന്ധക്കരണത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് നാം തന്നെ കൽപ്പിച്ചുണ്ടാക്കിയിട്ടുള്ള ലാഭനഷ്ടങ്ങളുടെയും ഗുണദോഷങ്ങളുടെയും സുഖദുഃഖങ്ങളുടെയും എല്ലാം സങ്കല്പങ്ങളിൽ നാം നമ്മെ തന്നെ പെടുത്തിയിട്ടുള്ളത് കാരണം പിന്നീട്, അതായത് ഒരു കുരുക്കുകൾ അനേകം വശങ്ങളിലേക്ക് നീണ്ടുകിടക്കുന്ന അഗ്രങ്ങളോടുകൂടിയ ഒരു കുരുക്കിൽ നാം പോയിട്ട് എടുത്ത് ചാടിക്കഴിയുമ്പോൾ ഈ അഗ്രങ്ങളെല്ലാം ഓരോരോ എന്തിനോടെങ്കിലുമൊക്കെ ബന്ധിക്കപ്പെട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ചലനങ്ങൾക്കനുസരിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് പോലെ ഈ അനേകം വരുന്ന അന്ധക്കരണത്തിലെ വൃത്തികളിൽ നാം നമ്മെ തന്നെ നഷ്ടപ്പെടുത്തി, അല്ലെങ്കിൽ നമ്മളെ തന്നെ അതിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ട് അതിനുള്ളിൽ കൂടെ അതിനാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കപ്പെട്ടവളായിട്ടോ ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പോയി എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് നമ്മൾക്ക് ഈ വിഭ്രമം വന്നു, സ്വരൂപ വിസ്മൃതി വന്നു എന്നുള്ളത് ഒന്നും ഒരു അപരാധമല്ല. അങ്ങനെയുള്ളത് കൊണ്ടാണല്ലോ നമുക്ക് ഈ ലോക വൈവിധ്യത്തിൻ്റെ ഇത് മുഴുവൻ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത് മുഴുവൻ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ജീവോത്പത്തി എന്തിനു വേണ്ടിയിട്ടാണ്? ജീവോത്പത്തി ബ്രഹ്മമഹിമ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയും സാധ്യമാണ് എന്ന്. മറ്റേതാണെങ്കിലോ സത്യജ്ഞാനം അനന്തം ബ്രഹ്മ എന്നുള്ള ഒറ്റ പ്രയോഗത്തിൽ നിൽക്കത്തേ ഉള്ളല്ലോ.
അപ്പോൾ ഇതെല്ലാം ഈ മഹിമ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മഹിമ എന്തിനെ ബോധിപ്പിക്കുന്നത് എന്നുള്ളത്. മഹിമ ബോധിപ്പിക്കുന്ന ഒരു രസം, അത്രയും. ചുമ്മാതിരിക്കുമ്പോൾ ഒരു രസമില്ല. അപ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് 2 തുള്ളി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും പതുക്കെ പഴയ മാതിരി ഇരുന്നു. ഇങ്ങനെയാണ് ഈ 2 തുള്ളുന്നതിനെയാണ് പ്രപഞ്ചോത്പത്തി എന്ന് പറയുന്നത്. തപസാ ചീയത്തെ ബ്രഹ്മാവൻ വർദ്ധിച്ചു. എഴുന്നേറ്റ് നിന്ന് ഒന്ന് സടകുടം എഴുന്നേൽക്കുക എന്ന് പറയത്തില്ലേ. അപ്പോൾ അതുവരെ കുനിക്കുടിയിരുന്ന സിംഹം ഒന്ന് സടകുടം എഴുന്നേറ്റിട്ട് അന്നേരം ഇപ്പം വലിയ ആളായിട്ടെന്ന പോലെ കണ്ടു. പിന്നെ വീണ്ടും അവിടോട്ട് തന്നെയാണ് കിടന്നു. ഇങ്ങനെ കിടക്കുന്നതിനെയാണ് ലയം, വിനാശം, മരണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഒന്ന് എഴുന്നേൽക്കും, പിന്നെ നമ്മൾ ഒന്ന് വീഴും, ഒന്ന് ഇരിക്കും എന്നുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നമ്മൾ അഹം കൃഷ്ണസ്യ ജഗതഃ പ്രഭവ പ്രളയസ്തത, ഞാൻ തന്നെയാണ് മുഴുവൻ ജഗത്തിൻ്റെയും സൃഷ്ടിക്ക് പ്രഭവ പ്രളയ, പ്രഭവം എന്നിൽ നിന്നാണ് ഉണ്ടായത്. അഹം ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുകയാണ് 7:6. അതേമാതിരി ധർമ്മസൂത്രങ്ങൾ, ഇങ്ങനെ അനേക സൂത്രങ്ങളിലൊക്കെ ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ എന്താ, ജഗത്കാരണം ബ്രഹ്മമാണെന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മറ്റൊന്നിനെ എടുക്കരുത് എന്നുള്ളതാണ് ഇവിടുത്തെ ഉദ്ദേശിച്ചിരിക്കുന്നത്. സർവഭൂതേഷു ചാത്മാനം സർവഭൂതാനി ചാത്മനി സമ്പശ്യന്നാത്മയാജി വൈ സ്വരാജ്യമധിഗച്ഛതി. എല്ലാ ഭൂതങ്ങളിലും ഏകനായ ആത്മാവിനെയും ഏകാത്മാവിൽ എല്ലാ ഭൂതങ്ങളെയും പ്രത്യക്ഷീകരിക്കുന്ന മുക്തിയെ പ്രാപിക്കുന്നു എന്ന്. ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാ ഭൂതങ്ങളിലും ഇപ്പോൾ സർവഭൂതേഷു ചാത്മാൻ, എല്ലാ ഭൂതങ്ങളിലും ആത്മാവിനെ കാണുക. ഇതെങ്ങനെയാണ് സാധ്യമാകുന്നതെന്നാണ്. ഒരു പറച്ചിലിൽ അങ്ങ് നിന്ന് പോയാൽ നമുക്ക് പ്രശ്നമില്ലല്ലോ. ഇത് പറച്ചില്ലല്ലോ, ഇവിടെയാണ് നമുക്ക് അനുഭവം കൊണ്ടുവരണ്ടേ എന്നുള്ളത്. അപ്പോൾ എനിക്കിത് അനുഭവത്തിലാക്കാൻ സാധ്യമല്ലല്ലോ. അപ്പോൾ എനിക്കിത് അനുഭവത്തിലാക്കാൻ സാധിക്കത്തില്ല. അനുഭവിയാകും ആത്മാവെന്നറിയുക എന്നുള്ളത് ഒന്നാമത് നമ്മൾ പഠിക്കണം. അനുഭവമല്ലിതെന്ന് ഓർത്തിടയണം. അപ്പോൾ അവിടെ തുടങ്ങണം. ഈ അനുഭവത്തിൽ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അനുഭവത്തിന് വിധേയമായിട്ടുള്ളതല്ല എന്നുള്ളത് അറിഞ്ഞിട്ട് അനുഭവിയാണ് ആത്മാ എന്നുള്ളതാണ് നമ്മുടെ തുടക്കം എന്നുള്ളത്. അതാണ് ദൃഗ്ദൃശ്യ വിവേകം. അനുഭവിയാണ് ആത്മാ, അനുഭവമല്ല. അതുകൊണ്ട് അനുഭവിക്കണം എന്നുള്ളതിന് പിന്നെ പ്രസക്തിയില്ല. അപ്പോൾ ആദ്യം നമ്മൾ നിഷേധിക്കേണ്ടത് അനുഭവിക്കാനുള്ള ഒരു അനുഭവാസക്തി, അതിനെ നമ്മൾ നിഷേധിക്കണം. അപ്പോൾ ഇപ്പം നിഷേധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കയ്യിലിരിക്കുന്ന 10 രൂപ എടുത്തിട്ട് എറിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എല്ലാത്തിനെയും ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് അതൊന്നുമല്ല അവിടുത്തെ ഉപേക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഇതേമാതിരി ഈ അനുഭവിക്കണം എന്നുള്ള ആ ഒരു ധാരണ നമുക്ക് ആഗ്രഹമൊന്നുമില്ല എങ്കിൽ കൂടിയും നമ്മൾ സ്ട്രോങ് ആയിട്ട് കൊണ്ട് നടക്കുന്ന ഒരു പ്രയോഗമാണ് സത്യത്തെ അനുഭവിക്കുകയാണ് അറിയേണ്ടത്. അറിഞ്ഞു എന്നതുകൊണ്ട് കാര്യമില്ല. ഇത് വളരെ ശക്തമായിട്ട് എല്ലായിടത്തും പറഞ്ഞു നടക്കുന്നു എന്നാണ്. ബ്രഹ്മത്തെ അറിഞ്ഞു എന്നുള്ളത് കൊണ്ട് നമ്മളൊരു ഉപനിഷത്ത് വായിച്ചു കഴിഞ്ഞാൽ ഉടനെ അറിഞ്ഞല്ലോ. ആ അറിവുകൊണ്ട് കാര്യമില്ല. അനുഭവിക്കണം, എവിടെ അവനവൻ്റെ ഉള്ളിൽ അനുഭവിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ധാരാളം വാക്കുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം ഇവിടെയുള്ള ഈ അനുഭവിക്കൽ എന്ന് പറയുന്നതിന് നല്ലതുപോലെ നമ്മളൊന്ന് ചോദ്യം ചെയ്യേണ്ട വാക്കാണ് അറിയലും അനുഭവിക്കലും എന്നുള്ളത്. ഇല്ലെങ്കിൽ നമുക്ക് ഇതൊരു കോട്ട പോലെയാണ്, നമുക്ക് വാതിലില്ലാത്തൊരു കോട്ട പോലെയാണ്. ഈ അനുഭവിക്കണമെന്ന് പറയുന്ന ഒരു വാതിലില്ലാത്ത കോട്ടയുടെ ചുറ്റും നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതല്ലാതെ ഒരിക്കലും അതിനകത്തകത്തേക്ക് പ്രവേശനമില്ല. അപ്പോൾ അങ്ങനെ പ്രവേശിക്കണമെന്നുണ്ടെങ്കിലും ആദ്യം ഈ അനുഭവ ഓറിയൻറ്റഡ് മൈൻഡ് എന്ന് പറയുന്നതിന് നമ്മളൊന്ന് വിചിന്തനം ചെയ്യണം എന്ന്. ബഹൂനാം പുരുഷാണാം ഹി യഥൈകാ യോനിരുച്യത്തെ തഥാ തം പുരുഷം വിശ്വമാഖ്യാസ്യാമി ഗുണാധികം. അനേകം പുരുഷന്മാരും ഒരേ ഉത്പത്തി സ്ഥാനത്തിൽ നിന്നുണ്ടായിരിക്കുന്നുവോ അധികം ഗുണവാനായ ആ പുരുഷനെ പറയാം എന്ന് മഹാഭാരതത്തിൽ. അപ്പോൾ മഹാഭാരതത്തിൽ ഇങ്ങനെയാണ് ഇതിലെ ചർച്ച വരുന്നത്. ബഹവാ പുരുഷാഹ ബ്രഹ്മന്നുതാഹോ ഏകയേവതു. അല്ലയോ ബ്രഹ്മൻ, ജീവന്മാർ അനേകമോ ഒന്നു മാത്രമോ
എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. ബഹവഹ പുരുഷ എന്ന്. അപ്പോൾ ജീവന്മാർ ഒരു ജീവനാണോ അനേകം ജീവന്മാരാണോ? അപ്പോൾ ഏകമായ ബ്രഹ്മം എന്ന് പറയുമ്പോൾ ഇവിടെ പല ജീവന്മാരില്ലല്ലോ. പക്ഷേ നാം പല ജീവന്മാരും ഉണ്ടല്ലോ. അവനാണ്, ഇവനാണ്, ഞാനാണ്. ഇത് അല്ലെങ്കിൽ അവളാണ്, ഇവളാണ്, ഞാനാണ്. ഇത്തരത്തിൽ ഉള്ള പ്രയോഗങ്ങളാണല്ലോ ഉള്ളത്. അല്ലെങ്കിൽ അതാണ്. ഇപ്രകാരമുള്ളിടത്ത് ഇതെങ്ങനെ ഏകനായ പുരുഷൻ എന്ന് പറയാൻ സാധിക്കുന്നു? സർവഭൂതാന്തരാത്മാ എന്ന് പറയുമ്പോൾ സർവഭൂതങ്ങളുടെ അന്തരാത്മാവ് ഒന്നായിരിക്കുമ്പോൾ അനേകം പുരുഷന്മാർ സാധ്യമല്ല. പക്ഷേ ഇവിടെ ഇതാണ് നമ്മുടെ അനുഭവത്തിൽ അഹമന്യഹ എന്നുള്ളതാണ് എപ്പോഴും കിടക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ അയൽവക്കക്കാരനും ഞാനും തമ്മിൽ ശരിയുമല്ല. അപ്പോൾ അഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മറ്റൊരുവന് ചാർത്തി കൊടുക്കുവാൻ പറ്റുന്ന ഒന്നല്ല എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇപ്പം അതിനൊക്കെ അതിന് പറ്റുന്ന യുക്തി എന്താണെന്ന് കൊണ്ടുവരാനുള്ളതെന്ന്. അതാണ് അനുഭവത്തിന് അനുകൂലമായിട്ടുള്ള യുക്തിയെ മാത്രമേ എൻ്റെ ബുദ്ധി സ്വീകരിക്കത്തുള്ളൂ. അനുഭവ വിരോധിയായിട്ടുള്ള യുക്തിയൊന്നും ഇവിടെ ഇല്ലല്ലോ എന്നുള്ളത്. അതായത് അനുഭവ വിരോധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മറ്റെന്താ ബ്രഹ്മമാണ് ജഗത് കാരണമെന്നോ അല്ലെങ്കിൽ സർവഭൂതാന്തരാത്മാ ഏകനാണ് ഇങ്ങനെയൊക്കെ ഉള്ളതിനൊന്നും നമുക്കിവിടെ അനുഭവത്തിന് യുക്തിയും ഒന്നും ഇങ്ങോട്ട് ചേരുന്നില്ല. അപ്പോൾ അവിടെയാണ് ഇപ്പം ജീവന്മാരനേകമാണ് എന്ന സാഖ്യ സിദ്ധാന്തം പറയുന്നു എന്ന് മഹാഭാരതം പറയുന്നു. മഹാഭാരതത്തിൽ ബഹവഃ പുരുഷാഃ രാജൻ സാഖ്യയോഗ വിചാരിണാം. സാഖ്യയോഗത്തെ ഇവിടെ സാഖ്യയോഗം എന്ന് പറഞ്ഞാൽ സാഖ്യദർശനമാണ്. സാഖ്യ സിദ്ധാന്തത്തെ സാഖ്യദർശനത്തിൻ്റെ ആ ഒരു ചിന്തയെ അവലംബിച്ചു പോകുന്നവർ അനേകം ജീവാത്മാക്കളുണ്ടെന്ന് പറയുന്നു. ബഹൂനാം പുരുഷാണാം ഹി യഥൈകായോനിരുച്യത്തെ തഥാതം പുരുഷം വിശ്വമാഖ്യാസ്യാമി ഗുണാധികം. സാഖ്യ സിദ്ധാന്തത്തെ മഹാഭാരതത്തിലൂടെ പറഞ്ഞിരിക്കുകയാണ്. അനേകം പുരുഷന്മാരും ഒരേ ഉത്പത്തി സ്ഥാനത്ത് നിന്നുണ്ടായിരിക്കുന്നുവോ അധികം ഗുണവാനായ ആ പുരുഷനെ പറയാമെന്നാരംഭിച്ചിട്ട് മമാന്തരാത്മാ തവച യേ ചാന്യ ദേഹസംസ്ഥിതാഃ സർവേഷാം സാക്ഷിഭൂതോസൗ നഗ്രാഹ്യ കേനചിത് ക്വചിത്. എൻ്റെയും നിൻ്റെയും ദേഹം ധരിച്ചിരിക്കുന്ന എല്ലാവരുടെയും ആന്തരനും സാക്ഷിയുമായ ആത്മാവേകൻ തന്നെ എന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഈ ആദ്യത്തെ വരിയിൽ സാഖ്യ ദർശനം എന്ന പോലെയാണെങ്കിൽ കൂടിയും രണ്ടാമത്തെ വരിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇവിടുത്തെ അതായത് കപില മഹർഷി നമുക്ക് അതുകൊണ്ട് പറയേണ്ടി വരും. സാഖ്യ ദർശനം എന്ന് പറയുന്നത് തന്നെ രണ്ട് തരത്തിലുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് നമ്മൾ ദർശനം എന്ന രീതിയിൽ പ്രധാനം ജഗത് കാരണമാണ് എന്ന് പറയുന്ന സാഖ്യദർശനം. ആ സാഖ്യദർശനം ഒന്ന്. രണ്ടാമത്തേത് ഇവിടുത്തെ പറഞ്ഞിരിക്കുന്ന സാഖ്യദർശനമുണ്ട്. ആ സാഖ്യദർശനത്തിൻ്റെ ഈ രണ്ടാമത്തെ വരിയിലെ സാഖ്യദർശനമാണ് നമ്മൾ എടുക്കേണ്ടത്. ബഹൂന അനേകം പുരുഷന്മാരും ഒരേ ഉത്പത്തി സ്ഥാനത്തിൽ നിന്നുണ്ടായിരിക്കുന്നുവോ അധികം ഗുണവാനായ ആ പുരുഷനെ പറയാമെന്ന് ആരംഭിച്ചിട്ട് മമാന്തരാത്മാ തവചയേ ചാന്യേ ദേഹസംസ്ഥിതാഃ സർവേക്ഷാം സാക്ഷിഭൂതോസൗ നഗ്രാഹ്യ കേനചിത് ക്വചിത്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന പുരുഷനെ നമ്മൾ പ്രധാനം പറഞ്ഞിരിക്കുന്ന സാഖ്യത്തിൽ ഒരിക്കലും കാണത്തില്ല. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എൻ്റെയും നിൻ്റെയും ദേഹം ധരിച്ചിരിക്കുന്ന എല്ലാവരുടെയും ആന്തരനും സാക്ഷിയുമായ ആത്മാവേകൻ തന്നെ. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇവിടെയും മഹാഭാരതത്തിൽ സാഖ്യം എന്നുള്ള പറച്ചിലുണ്ട്. പക്ഷെ ആ സാഖ്യം നമ്മളുടെ സാഖ്യ ദർശനം എന്ന് പറയുന്ന രീതിയിൽ പ്രധാനത്തെ പറയുന്ന സാഖ്യം അല്ല എന്ന് ഇവിടെയാണ് നമ്മൾ വേർതിരിച്ചറിയേണ്ടത്. അപ്പോൾ ആ സാഖ്യം കപിലമഹർഷി വാസുദേവ കപിലമഹർഷി എന്നാണ് അവിടെ അറിയപ്പെടുന്നത് എന്ന്. വിശ്വമൂർധാ വിശ്വഭുജോ വിശ്വപാദാക്ഷിനാസികഃ ഏകശ്ചരതി ഭൂതേഷു സ്വൈരചാരീ യഥാ സുഖം. അപ്പോൾ ഈ അന്തരാത്മാവായ ഏകപുരുഷൻ എന്നാണല്ലോ പ്രയോഗം. അപ്പോൾ അവൻ ഏകനായിട്ട് സഞ്ചരിക്കുന്നു എന്നാണ്. മമാന്തരാത്മാ സർവഭൂതാന്തരാത്മാ എന്നുള്ളത്. മമാത്മാ സർവഭൂതാത്മാ എന്നുള്ള പ്രയോഗം. അപ്പം മമാത്മാ സർവഭൂതാത്മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹമേവ സർവം എന്നുള്ളതിലേക്ക് എത്തി. അഹം കല്ലിതം സർവ എന്നുള്ളതിലേക്ക് ബ്രഹ്മകല്ലിതം സർവം എന്നുള്ളിടത്ത് ഒരു വശത്ത് കിടക്കുന്നു. അപ്പം ഇപ്പോൾ ഇവിടെ എന്താ വന്നിരിക്കുന്നത്? അഹം കല്ലിതം സർവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ്
ഞാനിങ്ങനെ സർവഭൂതാന്തരാത്മാവായിട്ട് ഞാൻ സഞ്ചരിക്കുന്നു എന്ന്. ഇതെത്രയൊക്കെ കടന്നു പറയുന്ന അഹങ്കാരമല്ലേ. ഒന്നും അങ്ങോട്ടൊരു അനുഭവവുമില്ല. ഈ പറഞ്ഞ മാതിരി ഒരു തണുപ്പ് വന്നു കഴിഞ്ഞാൽ, ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ തുമ്മുകയോ, ഒരു തണുപ്പ് വന്നു കഴിഞ്ഞാൽ ഉടനെ പുറത്തും വെച്ചുകൊണ്ട് പറയുകയാണ് സർവ്വഭൂതങ്ങളിലും ഞാനാണ് സഞ്ചരിക്കുന്നത്. എന്നിട്ട് ദേ കിടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം പനിച്ച് കിടക്കുകയും പിന്നെ ഡെങ്കു അതും ഇതും എന്നൊക്കെ പറഞ്ഞിട്ട് ഉടനെ ഓടുകയും ഹോസ്പിറ്റലിലേക്ക് ഓടുകയും ചെയ്യുന്ന ഇങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിക്ക്, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിക്ക് പറയാൻ സാധിക്കുന്നതെന്നാണോ അഹം സർവ്വഭൂതാന്തരാത്മാ? അതോ ഇതിനെയൊക്കെ നമ്മളിപ്പം അങ്ങനെ ഒരു പുരാണങ്ങളിലൊക്കെ പലതും കണ്ടിട്ടുണ്ടല്ലോ. അതായത് പഞ്ചഭൂതങ്ങളുടെ പീഡനങ്ങളെ അതിക്രമിച്ചവൻ, അതായത് അഗ്നിയിൽ അഗ്നിയിൽ ദഹിച്ചു പോകാത്തവൻ, അഗ്നിക്കുള്ളിൽ അവനിരുന്നാലും അവനെ അഗ്നി സ്പർശിക്കത്തില്ല. പിന്നെ വായു എന്ന് പറയുന്നത് അവനൊരു വിനോദം മാത്രമാണ്. ഒരു വായുവിനും ഈ പറഞ്ഞ കൊടുങ്കാറ്റ് വീശിയടിച്ചാൽ ഇളകാത്തവനായിട്ട് നിൽക്കുകയും, പിന്നെ ഒരു വായുവിൽ തന്നെ സ്വയം ഉയർന്നു പൊങ്ങിയിട്ട് എങ്ങോട്ട് വേണമെങ്കിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നവന്, പിന്നെ വെള്ളത്തിൽ എത്ര കാലം മുങ്ങിക്കിടന്നാൽ, ഇങ്ങനെയൊക്കെ നമ്മൾ കഥകളും കേൾക്കുന്നുണ്ടല്ലോ. വെള്ളത്തിൽ മുങ്ങിക്കിടന്നിട്ട് ഒരുപാട് കാലം വെള്ളത്തിൽ മുങ്ങിക്കിടന്നത്, അങ്ങനെ കിടന്നിരിക്കെ ഒരു മുക്കുവൻ വന്നിട്ടൊരു വല വലിച്ച് പുറത്തോട്ടിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ ഒന്നൊരു നിറയെ കക്കയും ചിപ്പിയും ഒക്കെ ആയിട്ട്, വണ്ടും ഞണ്ടും ഒക്കെ ആയിട്ട്, ഞണ്ടൊക്കെ ആയിട്ട് വന്ന് കൂടി പിടിച്ചിരിക്കുന്നു. ഉടനെ ഇത് എന്താണെന്നറിയാൻ വല്ല പണ്ടത്തെ തോണിയുടെ അവശിഷ്ടമാണോ, അല്ല കപ്പലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല നിധികളൊക്കെ ആണല്ലോ, ഇതെല്ലാം ഒന്ന് തട്ടി മാറ്റി നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരാൾ കണ്ണു തുറന്നായിട്ട് എഴുന്നേറ്റ് നടന്നു. അത് ഒരു സിദ്ധനായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ അപ്പോൾ ഇതെല്ലാം പഞ്ചഭൂതങ്ങളെ അതിക്രമിച്ചിട്ടുള്ള ഈ കഥകളൊക്കെ നമുക്ക് കേട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അതൊരു വിശ്വാസകരമായിട്ട് നമുക്ക് തോന്നും. എങ്ങനെയായിരിക്കണം ഒരു മഹാത്മാ? ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തീയിലോട്ട് കൈവച്ച് കഴിഞ്ഞാൽ പൊള്ളാതെ, അത് കാരണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇങ്ങനെ പച്ചവെള്ളം ഒഴിച്ചിട്ട് തീ കത്തിക്കുക, വിളക്ക് കത്തിക്കുക, പിന്നെ നല്ല തിളച്ച എണ്ണയിൽ നിന്നും ഇങ്ങനെ പപ്പടം കൈകൊണ്ട് തന്നെ കോരിയെടുത്തിട്ട് കൊടുക്കുക, പിന്നെ ഇല്ലാത്തടത്തു നിന്ന് തന്നെ മസാല ദോശ ഉണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് തോന്നാം ഇദ്ദേഹം ഒരു മഹാത്മാവാണെന്ന് തോന്നും. അപ്പോൾ ഇതാണോ ഈ ബ്രഹ്മസൂത്രത്തിൻ്റെ അവസാനം എത്തിച്ചേരുന്നത്? ഇതെല്ലാം ബ്രഹ്മസൂത്രം പഠിച്ചതിന് ശേഷം ഇതിലാണ് പോയിട്ട് നമ്മുടെ മനസ്സ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ബ്രഹ്മസൂത്രം നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ടില്ല എന്ന് മാത്രമേ മനസ്സിലാക്കേണ്ടതുള്ളൂ. പിന്നെന്താണ്? അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രകൃതി പുരുഷ വിവേകം സാങ്കേതിക സിദ്ധാന്തത്തിൽ പ്രകൃതി പുരുഷ വിവേകം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. വേദാന്തത്തിലും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, പ്രകൃതി പുരുഷ വിവേകം ചെയ്യാനെന്ന്. എന്താണ് ഈ പ്രകൃതി, എന്താണ് പുരുഷൻ എന്നുള്ളത്? പ്രകൃതിയും പുരുഷൻ എന്ന് പറയുന്നത് ദൃക്കും ദൃശ്യവും എന്നുള്ള വിവേകം ചെയ്യാൻ. അങ്ങനെ ദൃക്കും ദൃശ്യവും വിവേകം ചെയ്തിട്ട് ദൃക്കിനെ ദൃഗേവ നതു ദൃശ്യത്തെ എന്നുള്ളത്. അപ്പം അങ്ങനെ ദൃക്കിനെ കണ്ടു കഴിഞ്ഞാൽ സർവദൃശ്യങ്ങൾക്കും സാക്ഷിയാണ് ദൃക്കെന്നറിഞ്ഞിട്ട് അങ്ങനെ, അപ്പോൾ സർവത്തിനും സാക്ഷി ദൃക്കായി കഴിഞ്ഞാൽ ആ ദൃക്കേകനാണെന്നുള്ള അത്തരത്തിൽ പോകണം. അല്ലാതെ മറ്റൊരു തരത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അനുഭവത്തിൻ്റെ വഴികളിലൂടെ പോകാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് വേറെ എന്നുള്ളത്. അപ്പം വിശ്വം, അതുകൊണ്ടാണ് എല്ലാ ശിരസ്സുകളും എല്ലാ കൈകളും എല്ലാ പാദങ്ങളും കണ്ണുകളും നാസികളും അവൻ്റേത് തന്നെ. അപ്പോൾ അവനെന്നും ഞാനെന്നുമുള്ള, ഈശ്വരനെന്നും ഞാനെന്നുമുള്ള ഭേദം ഇല്ല എന്നുള്ള രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ പിന്നീട് എൻ്റെ കണ്ണുകൾ, എൻ്റെ കൈകൾ, എൻ്റെ രണ്ടും തന്നെയാണ്. അപ്പോൾ അത് എന്നിട്ട് അതുകൊണ്ട് അത് ഭാവിച്ച് നടക്കേണ്ട കാര്യവുമല്ല, അത് വേറൊന്ന്. അങ്ങനെ വേറെ ചിലർ ഭാവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനിലേക്ക് കയറി എന്ന് പറഞ്ഞിട്ട് ഉടൻ തന്നെ അങ്ങനത്തെ ഒരു പ്രകടനം. ബാക്കിയുള്ളവരിലില്ലല്ലോ. ആ തരത്തിലുള്ള ചിന്തയും ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ എന്നിലേക്ക് ഭഗവാൻ ഇപ്പോൾ പ്രവേശിച്ചു, പിന്നെ കുറച്ചു നേരം നിന്നു, അതിനുശേഷം ഇറങ്ങിപ്പോയി. അപ്പം എന്നിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഞാൻ ഈ ദീപം സ്വയം അങ്ങോട്ട് ഒരാരതി കാണിച്ചു. കാരണം ഭഗവാൻ കയറിയില്ല. പിന്നെ അതിനുശേഷം ഞാൻ വെണ്ണത്തിൻ്റെ കുറച്ച് പുഷ്പങ്ങളൊക്കെ ഇട്ടു. അപ്പം ഭഗവാനെ ഞാൻ ആരാധിക്കുകയാണല്ലോ. അതിനുശേഷം എന്ന് പറയുന്നത് പിന്നെ ഞാൻ അങ്ങോട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അപ്പം അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവർ കൊടുക്കുന്ന സ്വീകരണം അതേമാതിരി ആണ്. അപ്പം പിന്നെ ഭഗവാൻ അത് കഴിയുമ്പോൾ പിന്നെ ഭഗവാൻ അങ്ങ് ഇറങ്ങിപ്പോയി. അപ്രകാരം വന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു ഭഗവാനാണോ ഈ ഏകനായ പുരുഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് സർലാ ശിരസ്സുകളും അവിടെ അത് ദർശനത്തിലേ സാധ്യമാവത്തുള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാത് എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ മറ്റൊരു വേർഷനാണിത്. വിശ്വമൂർധ വിശ്വഭുജോ വിശ്വപാദാക്ഷിനാസിക എന്ന്. അപ്പം പിന്നെ എന്താണ് ഇപ്പം ഈ ശ്രുതിയിൽ ഇപ്പം എന്താണ് ശ്രുതി എന്താ പറഞ്ഞിരിക്കുന്നത്? യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവാ ഭൂത് വിജാനതഃ തത്ര കോ മോഹ കശോകഃ ഏകത്വമനുപശ്യതഃ. ഇതാണ് യസ്മിൻ സർവാണി ഭൂതാനി, ഏതൊന്നിലാണോ സർവഭൂതങ്ങളും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ദുഃഖനിവൃത്തി എന്ന് പറയുന്നതിനെ അനുഭവത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ലയോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ദുഃഖനിവൃത്തി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണ്? അനുഭവം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പോൾ നമുക്ക് ഒന്ന് കാല് തട്ടിയാലുണ്ടാകുന്ന ഒരു വേദനയെ നമ്മൾ ദുഃഖമായിട്ടെടുക്കുകയും അതിൻ്റെ നിവൃത്തി വന്നിട്ട് എവിടെ തട്ടിയാലും വേദനിക്കാതെ പോകുന്ന ഒരാണ് സിദ്ധനും ആത്മജ്ഞാനി എന്നുള്ള തരത്തിൽ അനുഭവത്തിൽ നമ്മളിതിനെ കൊണ്ടുവരാൻ നോക്കിക്കഴിയുമ്പോഴാണ് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. ദുഃഖനിവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല എന്നുള്ളത്. അതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ഓരോരോ സന്ദർഭത്തിൽ ഗുണാഗുണേഷു വർത്തന്ത ഈതി മത്വ എന്നുള്ളൊരു പ്രയോഗമുണ്ടല്ലോ. മാത്രാ സ്പർശാസ്തു കൗന്തേയ, ഈ തയോർനവശമാ അല്ല മാത്രാ സ്പർശാസ്തു കൗന്തേയ, മാത്രകളും ഈ സ്പർശകളും ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും എന്നുള്ളത് അവയെല്ലാം എന്ന് പറയുന്നത് ഗുണാഗുണേഷു വർത്തന്ത, അവ ഗുണങ്ങൾ ഗുണത്തിൽ വർത്തിക്കുന്നു. ഇതി മത്വാന്ന സജ്ജയേ എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ അതേതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പ്രകൃതിയുടെ ഭാഗമായിട്ടുള്ള അവയിൽ പ്രകൃതിയുടെ നിയമങ്ങൾക്ക് ആസ്പദമാക്കിക്കൊണ്ട് ഇപ്പോൾ ശരീരം പ്രകൃതിയുടെ ഭാഗമാണ്, അത് ഒരു കല്ല് പ്രകൃതിയുടെ ഭാഗമാണ്, അതൊന്ന് മറ്റൊന്നിനെ തട്ടി. അപ്പോൾ അങ്ങനെ തട്ടിക്കഴിയുമ്പോൾ ആ ശരീരം എന്ന് പറയുന്നത് പ്രാണൻ ഉള്ള ശരീരമാണ് എങ്കിൽ അത് പ്രകൃതിയുടെ ഭാഗമാണ്. ആ പ്രാണൻ എന്ന് പറയുമ്പം ചേതന എത്തിക്കഴിയുമ്പോൾ അതിന് സംവേദന ശേഷിയുണ്ടെന്നുണ്ടെങ്കിൽ ആ സംവേദനം എത്തേണ്ട സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സംവേദനം ഏത് തരത്തിലുള്ളതാണ് എന്ന് മുമ്പേ തന്നെ തീരുമാനിച്ചു വെച്ചിട്ടുള്ളതിനനുസരിച്ച് അവിടെ ശരീരം പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. മുമ്പേ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വ്യത്യസ്ത അനുഭവങ്ങൾ നമ്മുടെ ബുദ്ധിയിൽ അല്ലെങ്കിൽ നമ്മുടെ ശിരസിൽ എവിടെയാണോ ഉള്ളത് അവിടെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ചെല്ലുന്ന സംവേദനം മറ്റൊരു തരത്തിലായിക്കഴിഞ്ഞാൽ നമുക്കതൊരു അനുഭവം വേറെയായിട്ട് മാറും. അതായത് ഈ നമ്മൾ ഇപ്പോൾ ഈ പല ലൈറ്റുകൾ പല സ്വിച്ചുകളുണ്ട്. അതിനകത്ത് ചില സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ വെള്ള നിറത്തിലുള്ള ബൾബ് കത്തും, മറ്റുള്ളതാണെന്നുണ്ട് ചുവന്ന നിറത്തിലുള്ള ബൾബ് കത്തും എന്ന് പറഞ്ഞത് മാതിരി ഈ ചെല്ലുന്നത് ഈ സംവേദനങ്ങളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഏതു തരത്തിലുള്ള അനുഭവങ്ങൾ എവിടെയാണ് ഉണ്ടാവേണ്ടതെന്നുള്ള രീതിയിലുള്ള ക്രമീകരണങ്ങൾ മുമ്പേ തന്നെ ചെയ്തു വെച്ചിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് ആ സംവേദനങ്ങൾ ഉണ്ടാകുന്നത്. അതെങ്ങനെ ചെയ്തു എന്നുള്ളത് അതൊക്കെ പ്രകൃതിയുടെ ഭാഗമായിട്ട് അത് പണ്ടേ തന്നെ ക്രമീകരിച്ച് വെച്ചിട്ടുള്ളതാണ്. നമ്മളായിട്ടൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്നുള്ളത്. അതാണ് അവിടെയാണ് ഈ ശരീരശാസ്ത്രവും ഒക്കെ കിടക്കുന്നത്. വലിയ ശാസ്ത്രമാണ് ജീവശാസ്ത്രം. അത് വലിയ ശാസ്ത്രം അവിടെ കിടപ്പുണ്ട്. പിന്നെ നമുക്കതിനകത്ത് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ഈ പറഞ്ഞ മാതിരി ഭോക്താവായിട്ട് വരിക, ജ്ഞാതാവായിട്ടിരിക്കുക, കർത്താവായിട്ട് വരിക എന്ന് പറഞ്ഞാൽ അഭിമാനിച്ച് അങ്ങോട്ട് വരിക, എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തേര് പോകുന്നതിനനുസരിച്ചിട്ട് അങ്ങ് പോകുക, ദേഹം പോകുന്നതനുസരിച്ച് പോകുക എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് എന്താണ് ഏതൊരുവൻ്റെ കുതിരകൾ ഇന്ദ്രിയങ്ങൾ വശത്തായിരിക്കുന്നു. തത്സേന്ദ്രിയാണി വശ്യാനി ദുഷ്ടാശ്വ ഇവ സാരഥേക എന്ന് ഒരിടത്ത് പറയുന്നു. പിന്നെ സദശ്വാഹ എന്ന്, നല്ല കുതിരകളാണെന്നുണ്ടെങ്കിൽ നല്ല പോവും, ചീത്ത കുതിരകളാണെന്നുണ്ടെങ്കിൽ തട്ടിയും മുട്ടിയും പോകുമെന്നാണ് അർത്ഥം. അത്രയേ ഉള്ളൂ. അപ്പം പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മനസ്സാണെന്നുണ്ടെങ്കിൽ നല്ല കടിഞ്ഞാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതുപോലെ വഴി കാട്ടാനുള്ള സാമർഥ്യം നൽകാൻ, പോകേണ്ടതിനെ തക്ക സമയത്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു മനസ്സാണെന്നുണ്ടെങ്കിൽ നല്ലത്. ഇതിങ്ങനെയൊക്കെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്തൊന്നും മാറ്റമൊന്നുമില്ല. സിദ്ധനാണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഇത് മാറി എന്നുള്ളത് മാർത്തൊന്നുമില്ല. അതങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ
നമ്മളപ്പം ചിലർ പറയുന്നുണ്ടല്ലോ, ചിലർ ഈ ആധ്യാത്മിക സാധനങ്ങളൊക്കെ ചെന്നതിന് ശേഷം പിന്നെ ഒരുപാട് ശാരീരിക പീഡനങ്ങൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരുന്നു. അത് തന്നെ ഇപ്പം എന്താ ചെയ്യുക എന്നുള്ളത്. ശാരീരിക പീഡനങ്ങൾ അനുഭവിക്കുക അത് പ്രകൃതിയുടെ ഭാഗമായിട്ടുള്ളതാണെന്ന്. ഇപ്പം നമ്മൾ ഈ പലതരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ യോഗമുള്ള ഒരാൾക്ക് അതിൽ ചിലതൊക്കെ അനുഭവിക്കേണ്ടി തന്നെ വരും. ചിലത് നമ്മൾ അനുഭവിക്കേണ്ടി വരും, ചിലരാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടുകാരെ കൊണ്ട് അനുഭവിപ്പിക്കും. അപ്പോൾ ഇങ്ങനെ അനുഭവിക്കുന്നുണ്ട്. അതാണ് തത്വബോധത്തിൻ്റെ അവസാനം ഒരു പ്രയോഗം ഉണ്ടല്ലോ, അതായത് യോ ജ്ഞാനിനം നിന്ദന്തി. അപ്പം ജ്ഞാനിയെ യാതൊരുവൻ നിന്ദിക്കുന്നുവോ, ജ്ഞാനി സംഭരിച്ചു വച്ചിരിക്കുന്നതായ പാപം അവനിലേക്ക് പോകുന്നു. ജ്ഞാനിയെ ഏതൊരുവൻ സ്തുതിക്കുന്നുവോ, ജ്ഞാനി സംഭരിച്ചു വച്ചിരിക്കുന്ന പുണ്യം അവനിലേക്ക് പോകുന്നു. ഇതാണ് നാട്ടുകാരെ കൊണ്ട് തെറ്റിക്കുക എന്ന് പറയുന്നത്. അപ്പം അത് പിന്നെ ആണെങ്കിലും അപ്പം ഇതേമാതിരി ഇത് ജ്ഞാനിയെ സംബന്ധിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പം ജ്ഞാനി ദാതാവായിട്ട് പോകുന്നു, കൊടുത്തു പോകുന്നു എന്നുള്ളതാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും കൊണ്ട് പോകാൻ പറ്റാത്തത് കൊണ്ടാണ്. എന്തിനാണ് കൊടുക്കുന്നത്? നമ്മൾ ഈ അൺക്ലെയിംഡ് ബാങ്ക് ബാലൻസ് മാതിരി അത് പിന്നെ അത് പുതുസത്തിലേക്ക് പോകുന്നു, അത്രയേ ഉള്ളൂ. ആളും പിന്നെ അവകാശികളില്ലാതെ പോയി കഴിയുന്ന മാതിരി. അതുകൊണ്ടാണ് ഒരു ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഇഹൈവ തൈർ വിലീയന്തേ എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രാണങ്ങളെല്ലാം ഇവിടെ തന്നെ അസ്തമിക്കുന്നു, പോകുന്നവനുണ്ടെന്നുണ്ടെങ്കിൽ കൊടുത്തുവിടാമായിരുന്നു. പ്രകൃതി എല്ലാവരും കൂടെ ചേർന്ന് വലിയൊരു കെട്ടും കെട്ടി ഇവൻ്റെ പുണ്യവും പാപവും ചേർന്നിട്ട് അതും കൊണ്ട് എന്നാ പിടിച്ചു എന്ന് പറഞ്ഞാൽ അതും കൊടുത്തു വിടാമായിരുന്നു. പക്ഷെ പോകുന്നവനില്ലാത്തത് കാരണം പിന്നെ ഇതേതാണ് അൺക്ലെയിംഡ് ബാലൻസ് എന്നായിട്ട് അവിടെ കിടക്കും. അങ്ങനെ വരുമ്പോഴാണ് ആരെങ്കിലും ക്ലെയിം ചെയ്യാൻ ഒരു സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ അന്വേഷിക്കുമല്ലോ അവകാശികളുണ്ടോയെന്ന്. അങ്ങനെ വരുമ്പോഴാണ് സ്തുതിച്ചവരുണ്ടെങ്കിൽ അവർക്ക് പുണ്യം കൊടുക്കുന്നു, ദുഷിച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പാപം കൊടുക്കുന്നു. ഇങ്ങനെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് സ്മൃതികൾ, പുരുഷവചനങ്ങൾ, അവരുടെ സ്മൃതികൾ, വിചാരജന്യങ്ങളായ കാഴ്ചകൾ എല്ലാം ഒരേപോലെ നിർദോഷങ്ങളെന്ന് വരികയില്ല. വേദം നിത്യമായ വേദത്തിന് സ്മൃതിക്ക് വിരോധം കാണപ്പെടുന്നുവെങ്കിൽ അതൊരു ദോഷമല്ല. വേദമുത്കൃഷ്ടം, സ്മൃതികൾ വേദാപേക്ഷയെ അപകൃഷ്ടം. അതിനാൽ വേദവിരുദ്ധമായ സ്മൃതിവചനം ത്യാജ്യം. അതായത് സ്മൃതികളിൽ പലതും പറയുന്നുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ അത് സ്മൃതികളിൽ പലതും പറയുന്നു എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന്. അവിടെ പലതും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം സാങ്കേതിക സിദ്ധാന്തത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ശ്രുതിസമ്മതമായിട്ടുള്ളത് സ്വീകരിക്കുകയും ശ്രുതി സമ്മതമല്ലാത്തത്, ഉപനിഷത്ത് സമ്മതമല്ലാത്തത് ത്യജിക്കുകയും വേണം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.